മറക്കോ നമ്മളെയൊക്കെ? ഇനി എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരുന്നത്? നിങ്ങളെയൊക്കെ എങ്ങനെ മറക്കാനാ, തീർച്ചയായിട്ടും വരും ഞാൻ. ഇനി വരുന്ന വെക്കേഷൻ ആകുമ്പോൾ എല്ലാത്തിങ്ങളും കൂടി ഇങ്ങോട്ട് ഇറങ്ങും. ഉറപ്പായിട്ടും വരും. എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട മക്കളെ, ഇറങ്ങിക്കോ, ഇരുട്ടാക്കണ്ട. ശരി. അപ്പൊ ഗൈസ്, പിന്നെ കാണാം. അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും വരും. അതുവരേക്കും മിസ് യു സോ മച്ച്. പോട്ടെ ലിസക്കുട്ട. ട്ടോ, വേഗം വരാട്ടോ. ഞാനും മിസ് ചെയ്യട്ടോ. വരാട്ടോ, നമുക്ക് കളിക്കാം. നമുക്ക് ഒത്തിരി നേരം കളിച്ച് നമുക്ക് ഒരുമിച്ച് കിടന്നുറങ്ങാം. ചേച്ചി പോട്ടെ, ചാച്ചാ. വിക്കി, ആരും ചെല്ലേ, അതൊന്ന് പോയിട്ട് സെറ്റ് ചെയ്ത് വെക്ക്. ഗിറ്റാറൊക്കെ ഒന്ന് ആ സ്റ്റേജിൽ അടുക്കി വെക്കാനുള്ള ആൾക്കാരെ കൊണ്ട് അങ്ങോട്ട് വാ. നെക്സ്റ്റ് പ്രോഗ്രാം നമ്മുടെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ. ചെല്ലേ. പിള്ളേരോട് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിന്നെ ഡേവി അന്വേഷിക്കണ്ടായിരുന്നു, ബാക്ക് സ്റ്റേജിലോട് ചെല്ലാൻ പറഞ്ഞു. അതിനതേ പോവാ. നീ ഒന്ന് സെറ്റ് ചെയ്തോ, ടെൻഷൻ അതുകൊണ്ടാ പറയുന്നത്. അതെനിക്ക് മനസ്സിലാകും, നീ വിഷമിക്കണ്ട. നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ അവിടെ എല്ലാം ശരിയാക്കി വെച്ചോളാം. എടാ, അതവിടെ കൊണ്ട് വെക്ക്. റോസ, ഈ പോയിന്റിൽ എത്തുമ്പോ നീ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും ഇൻസ്ട്രുമെന്റ്സിന്റെ ഇതും കൂടി കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ ശരിയാക്കാം. എന്നാൽ നമുക്ക് സ്റ്റേജിൽ കയറാം. നീ പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരടിതളായി വിരിയാം. തിരുമുന്നിലായി പതുങ്ങുന്നിതാ, മഴയ്ക്കുന്നിതാ, നിന്റെ താളത്തിൽ തുള്ളാൻ ആംശമായി തീരാനേ. പാതാളം ഊരായാലും നീ എന്നെ വിളിച്ചാലും ആശാടും. ഈ തത്തമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും. പിന്നവനെരിഞ്ഞാൽ ഇനിയായി ഒരു ചിരിയും ചാരും മനസ്സിലെ. കൊള്ളാട മക്കളെ, പൊളിച്ച്. ജേക്കബ് സർ എപ്പോ ലാൻഡ് ആക്കി? ലാൻഡ് ആക്കിയിട്ട് ഒരാഴ്ചയായി. പിന്നെ ഇങ്ങോട്ട് ഇപ്പളാ വന്നത്. അല്ല, ഏതാ ഈ പുതുമുഖം? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനാ ഇമ്പോർട്ട് ചെയ്തത് ജേക്കബ് സാറേ. ഇതാണ് എന്റെ കസിൻ ഡേവിഡ്. ഞാൻ പറയാറില്ലേ സാറിനോട്? ഓ, അതാണോ? നൈസ് ടു മീറ്റ് യു. ഡേവിഡിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഇസാക്ക്. രവി, നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുന്ന സാറാ, ജേക്കബ് മാത്യു. ഇത്രയും നാളെന്താ ക്യാമ്പിന് വേണ്ടി ഡൽഹിയിൽ പോയിരിക്കായിരുന്നു. ഇപ്പോഴാ ലാൻഡ് ആക്കിയത്. ഓ, ഐ സി. അപ്പൊ സാറാണല്ലേ? പക്ഷെ ഞാൻ പറയാലോ, കണ്ടാ പറയില്ല സാറാണെന്ന്. നല്ല യങ് ആണല്ലോ. അല്ല, നമ്മുടെ ഇഷലല്ലേ ഈ പാടിയത്? ഇഷൽ, നീ ഇത്ര നന്നായിട്ട് പാടുമായിരുന്നോ? ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ പാടുന്നുള്ള കാര്യം. എനിവേസ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു സർ. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ സ്റ്റെല്ല കണ്ടത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞത്. ഞാൻ നാളെ അത് കൊണ്ടുവരാം, തീർച്ചയായിട്ടും കൊണ്ടുവരാം. ഹായ് സുഖാണോ? ഷാനുക്ക എന്താ ഇവിടെ? എന്താ എന്റെ റൂമില്? ഹേയ്, ചുമ്മാ വന്നതാ. പറയാതിരിക്കാൻ വയ്യാട്ടോ. നീ ചെറുത് തൊടുത്തിട്ടുണ്ട് ഇഷു. ഷാനുക്ക വന്ന കാര്യം പറ. അല്ല, ഞാനൊരു പുതിയ കാഴ്ച കണ്ടായിരുന്നേ. കാണാൻ പാടില്ലാത്തത്. അത് എന്നെ കണ്ടുകൊണ്ട് നീ ഒരുത്തന്റെ പുറകിലിരുന്ന് പോകുന്നു, അതും ബൈക്കില് ഒട്ടിച്ചേർന്ന്. അത് ശരിയാണോ ഇഷു? ഞാൻ ആരുടെങ്കിലും പുറകെ കയറിപ്പോയാ അതിന് ഷാനുക്കാക്ക് എന്താ? ശബ്ദം താഴ്ത്തി സംസാരിക്കും ഇഷു. ഞാൻ ആരോട് നിനക്കറിയണോ? എനിക്ക് എന്താ കുഴപ്പം അറിയണോ? എനിക്ക് മറ്റൊരാളുടെ വീഴ്പിനെ ചുമക്കാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട്. മര്യാദക്ക് നിന്റെ കറക്ക് അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ ഞാനിതിപ്പോ പറഞ്ഞു കൊടുക്കും. എന്നെ ചുമക്കാനാ പറഞ്ഞില്ലല്ലോ. ഞാൻ ആരെ കിട്ടണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഇഷാനുക്കല്ല. ഗുഡ്. പക്ഷെ ഈ സൗന്ദര്യം അത് എനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളത്. ഓർത്തു വെച്ചോ നീ. ഇസു, ഇക്ക എന്താ ഇവിടെ? ഒന്നുമില്ല. ഇങ്ങോട്ട് വന്നപ്പോ ഇസുന്റെ റൂം തുറന്നെടുക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് സംസാരിക്കാന്ന് വെച്ചാ. നിങ്ങൾ സംസാരിക്കും. എന്താണ് മോളെ, സുഖാണോ? എത്ര നാളായി നമ്മള് കണ്ടിട്ട്? ഇക്ക് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞിട്ടെങ്കിൽ നീ അത് മൈൻഡ് ആക്കാൻ നിൽക്കണ്ട. അങ്ങേരി പൊട്ടനാ. ആ കൊള്ളാം, സ്വന്തം ഇക്കാക്കാരി ഇങ്ങനെ പറയണോട്ടോ.
എന്നെ ഒന്നും പറഞ്ഞില്ല. നമ്മ ചുമ്മാ സംസാരിച്ചിരുന്നതാ. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ പഠിപ്പൊക്കെ? എന്റെ പൊന്നു, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കണായിരിക്കും ഭേദം. 2 ആഴ്ച എക്സാം എന്നിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ. ഒരെണ്ണം പഠിച്ചു കഴിയുമ്പോൾ അടുത്തത് മറന്നോളും. സിമ്പിൾ, പക്ഷെ ഞാൻ എന്തായാലും ജയിക്കും. ജയിക്കും നല്ല ജയിക്കണം, നമ്മ ജയിച്ചിരിക്കും. പിന്നെ എന്ത് പറയുന്നു നിന്റെ ആദിലും? അവനെ കുറിച്ച് എന്ത് പറയാനാ, നെക്സ്റ്റ് വീക്ക് എന്റെ ബർത്ത്ഡേ. ഞാൻ ഇന്ന് പുറത്തിറങ്ങാൻ തന്നെ കാരണം അവനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാമല്ലോ എന്നും പറഞ്ഞിട്ടാ. പിന്നെ നിന്റെ കോളേജ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ശരിക്കും ഞാൻ എന്റെ 3 വർഷം വെറുതെ വേസ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത് ഹാദി. സത്യം പറയാലോ, ഞാൻ ഇപ്പോൾ ആ ഫ്രണ്ട്സിന് തന്നെ ഉണ്ടാക്കിയത് ലാസ്റ്റ് ടൈമിൽ. ബട്ട് യു നോ, അവർ അത്രയും നല്ല ആൾക്കാരാ. ബിക്കോസ് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടാൻ തന്നെ കാരണം പുതിയൊരു ബോയ് വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. പേര് ഡേവിൻ ഡസ്റ്റിൻ ഗബ്രിയൽ. പൊളിയാണ്. ഇഷുമോളി, പേരൊക്കെ കൊള്ളാം. അച്ഛനാണോടി? കോട്ടയത്തെ വീട്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, 3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഇബ്രാഹിം പൂപ്പൻ നിന്നെ വിട്ടോ? ഇനി പുരോഗമനം ഉണ്ടല്ലോ. എന്നിട്ട് എന്തായി പറ, വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? എന്റെ ഹാദി ഒന്ന് പയ്യെ പറ. ഉപ്പ അറിഞ്ഞിട്ടില്ല, ഉമ്മിക്ക് മാത്രമേ അറിയുള്ളൂ. ഉമ്മിന്റെ ഫ്രണ്ടാണ് പുള്ളിയുടെ വാപ്പ, അതുകൊണ്ടാ വിട്ടത്. പിന്നെന്താ, വീട്ടിലൊക്കെ സെറ്റാ. എന്റെ മോളെ അവിടെ ഒരുപാട് ഏട്ടത്തിമാരുണ്ട്. നല്ല രസം, നല്ല രസാ. എക്സ്ട്രാ കമ്പനി ഓരോരുത്തരും. ആ റിലിയിൽ അവിടെ കുറെ കുട്ടികളുണ്ട്. നല്ല വലിയ വീടാ. ശരിക്കും നിനക്ക് അവരെല്ലാരും ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരെ ഫാമിലി തമ്മിൽ എന്ത് ബോണ്ടിങ് ആണെന്ന് നിനക്കറിയാവോ? ഞാൻ അവിടെ 3 ദിവസം നിന്ന് എനിക്ക് 3 മണിക്കൂർ പോലെ ഫീൽ ചെയ്തോളൂ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. എല്ലാവരും അടിപൊളിയാ, എല്ലാവരും. എനിക്കറിയില്ല എന്താ നിന്നോട് പറയേണ്ടതെന്ന്. ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ട നീ പിന്നെ അച്ഛൻ അങ്ങോട്ട് കെട്ടിക്കോ. അപ്പൊ നിനക്ക് ആ ഫാമിലി സ്വന്തമായില്ലേ? ആവശ്യത്തൊന്നും വിളിച്ച് പറയില്ലേ ഹാദി. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രം. ആവശ്യമില്ലാത്തതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഒരു ഗേളിനും ബോയ്ക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റൂല. ചിലവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ, അപൂർവങ്ങളിൽ അപൂർവം മാത്രം. പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഇതുവരെ നിന്നെ ഇത്ര ഹാപ്പിയിൽ കണ്ടിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹി ക്യാൻ മേക്ക് യു ഹാപ്പി. നിനക്കെന്താ വട്ടായോ ഹാദി? നിനക്ക് ശരിക്കും അറിയാതെ എന്റെ ബാപ്പിന്റെ സ്വഭാവം. വെറുതെ എന്തിനാ അവന്റെ ഫാമിലിയുടെ സമാധാനം കൂടി കളയാൻ നിൽക്കുന്നേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങോട്ട് ഉണ്ടാവേയില്ല. നിനക്കറിയാലോ നിന്നെ കാക്കാനായിട്ട്. പിന്നെ ഇക്കാക്ക, അവനെയൊക്കെ നീ കെട്ടാൻ പോയി നിന്നിരിക്കണം ആദ്യം കൊല്ലാൻ പോകുന്നേ. എടി അവനെയൊക്കെ ആരെങ്കിലും കെട്ടോ? എന്റെ ഇക്കാക്ക അതുകൊണ്ട് പറയണല്ല, ഇമാതിരി ഫ്രോഡ് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഇരുത്തി ആലോചിക്കും. നിനക്ക് ഹാപ്പി കിട്ടുന്ന, നിന്റെ ലൈഫ് സമാധാനമായിട്ടിരിക്കുന്ന ആ ലൈഫ് മാത്രം നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ഉമ്മയും ബാപ്പയും ഇത്രത്തോളം വളർത്തിയിട്ട് അവര് പറയുന്ന പോലെ അനുസരിക്കാതെ എനിക്കത് പറ്റില്ല ഹാദി. ഒലക്ക, നിന്നെ നോക്കാതിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞ് നീ എന്തിനാ കേൾക്കാൻ നിൽക്കുന്നേ? ശരി വിട്, നോക്കിക്കോട്ടെ. അവർ പറഞ്ഞ ആൾക്കാരെ കെട്ടിക്കോ, സാരില്ല. പക്ഷെ ഇമാതിരി ഫ്രോഡുകളൊക്കെയാണോ നീ കെട്ടേണ്ടത്? ഞാൻ ഇതിനെ യോജിക്കില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. എപ്പോഴും നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഇപ്പൊ വേറെ എന്തെങ്കിലും പറ. എടാ ഗൈസ്, ഇന്ന് ടീച്ചർ ഇല്ല. നമുക്ക് അന്ന് ആൽമരത്തിന്റെ അടുത്ത് പോയിരുന്നാലോ? നീ ഇതിപ്പോ ഇപ്പോഴാണോ പറയുന്നേ? പുറത്ത് നല്ല മഴക്കാറുണ്ട്, നല്ല രസമായിരിക്കും. വാ നമുക്ക് അവിടെ പോയിരിക്കാം. ദേവി, പക്ക ക്ലൈമറ്റ്, ഒരു പാട്ട് പ്ലീസ്. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്നു പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്, കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. ബ്യൂട്ടിഫുൾ. പക്ഷെ പാട്ടൊക്കെ കേട്ടിട്ട് എന്തോ സീരിയസ് ആയിട്ട് മണക്കുന്നുണ്ടല്ലോ ഡെവി. പറ. പറയത്തൊക്കെ സീരിയസ് ആയിട്ട് ഒന്നുമില്ല, പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഉണ്ട്. വഴി അറിയാം നിങ്ങൾക്ക്. ഞാൻ ശരിക്കും ഡേവിഡിനെ സ്നേഹിക്കുന്നുണ്ടോ? പഠിച്ചോനെ, എനിക്കൊരു വഴി കാണിച്ചിട്ടാ. പിന്നെ എന്താ എക്സാം കഴിഞ്ഞിട്ടില്ല അതിന്റെ പ്ലാൻ? നമ്മൾ ഇനി ഇതോടുകൂടി തീർന്നു കേട്ടോ, ഇനി കാണില്ല. ദിവസങ്ങളൊന്നും പോയ വഴിയെ അറിഞ്ഞിട്ടില്ല. മറ്റന്നാൾ നമ്മുടെ ഫെയർവെൽ. എനിക്ക് അറിയത്തില്ല എങ്ങനെ എനിക്ക് നല്ല വിഷമമുണ്ട്, എന്നാ ഓക്കെ സന്തോഷമുണ്ട്.
വലിയേച്ചൻ എവിടെ? എവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എനിക്ക് തോന്നി അതാ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങക്ക് ക്ലാസ് ഒന്നും ഇല്ലേ പിള്ളേരെ? ക്ലാസ്സൊക്കെ ഇന്നത്തോടെ തീർന്നു ചേച്ചി. മറ്റന്നാള് ഫെയർവെല്ല, അത് കഴിഞ്ഞാൽ പിന്നെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ഡെവി, എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. ഞാൻ എത്ര മിസ് ചെയ്തെന്ന് അറിയാവോ? ഒന്ന് വിളിക്കാലോ ഇവിടെ വന്നിട്ട്. നിന്നെ വിളിക്കാൻ സമയം കിട്ടില്ല എന്റെ ഇർക്കിലി കോലി. ഇവളെ എവിടുന്ന് കിട്ടിയിട്ടെത്തി? പിന്നെ എടുത്തി ഇങ്ങോട്ട് വന്ന് ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? എന്താവശ്യത്തിനാ വന്ന്? ഒന്നുമില്ല ഡെവി, നമ്മുടെ ടെക്സ്റ്റൈൽസ് ഇവിടെ എം ജി റോഡിൽ പുതിയ തുടങ്ങുന്നുണ്ടല്ലോ, അതിനൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അന്നാമോ യൂട്യൂബിനകത്ത് ഇരിപ്പുണ്ടായിരുന്നോ? ആദ്യം നമ്മ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് റൂബിയും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഡെവി. അതെന്താടി ഇരിക്കില്ല നിനക്ക് കൊച്ചി കാണാൻ എത്ര ആഗ്രഹം? വേണ്ടപ്പെട്ട ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്ക് കൊച്ചി കണ്ടേ പറ്റുള്ളൂ. വേണ്ടപ്പെട്ട ആളോ? അതിപ്പോ ആരാ? നീ തന്നെ. അല്ലാതെ എനിക്കിപ്പോൾ ആരാ വേണ്ടപ്പെട്ടതായിട്ടുള്ളത്? വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇത് കുറച്ച് ഓവറല്ലേ? വരുന്നു കേട്ടെ പിടിക്കുന്നു, കൈ വിടുന്നുണ്ടോ നോക്കിക്കേ. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാ നമുക്ക് ഇറങ്ങാം റൂബി. വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടില്ലേ, നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം. വാ. പിന്നെ എല്ലാവരും എക്സാമിനാണ് അങ്ങോട്ടേക്ക് ഇറങ്ങിട്ടോ. ഫെയർവെല്ലൊക്കെ അടിച്ചു പൊളിക്കും. ഞാൻ വരുന്നില്ല ചേച്ചി, ഞാനിവിടെ ഈ ഇഷലിനെ കൂടെ നിന്നോളാം. എനിക്ക് എക്സാംസിന്റെ കുറച്ച് പേപ്പർ മേടിക്കാൻ, റിസൾട്ടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഞാൻ ഇവിടെ കൂടെ നിന്നോളാം. ഫെയർവെല്ലിന്റെ എന്തായാലും ഡെവി വരുമല്ലോ അങ്ങോട്ട്, അപ്പൊ അവന്റെ കൂടെ വരാം. എന്താ ഇഷലിനെ നിർത്തില്ല? 2 ദിവസത്തേക്ക് മതി. അതിനെന്താ റൂബി, എത്ര ദിവസം വേണമെങ്കിൽ ഞാൻ ഹാപ്പിയാ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങാം. ദേവി സൂക്ഷിച്ച് വാട്ടോ. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം ഒക്കെ പൊളിക്ക്. ശരി എന്നാ, ബൈ ബൈ. റൂബി വാ, കഴിക്കാം നമുക്ക്. ഓക്കെ. ഇവിടെ ആരുമില്ലേ ഇഷൽ? ഞാൻ വന്നപ്പോൾ മുതൽ സെർവൻസിനെ മാത്രം കണ്ടോളൂ, വേറെ ആരുമില്ല ഇവിടെ? ഇല്ല, ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ. വാപ്പയും ഉമ്മയും എന്തോ ബിസിനസിന് ആവശ്യത്തിന് പുറത്ത് വരിക്കാം. കുറച്ചു ദിവസം നമ്മളെ വരുള്ളൂ. നീ കഴിക്കാം. വൗ, ഇതൊക്കെ നീ ഉണ്ടാക്കിയതാ? സോ ഗുഡ്. ഇഷുക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? എനിക്കോ? ഇല്ലല്ലോ. റൂബി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. റൂബിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഉണ്ട്. ആരാ? ഓക്കെ, ഞാൻ നിന്നോട് പറയാം. ഫസ്റ്റ് നിന്നോടാ പറയണേ. നീ പ്രത്യേകിച്ച് ഈ കാര്യം ഡെവിനോട് പറയരുത്, പിന്നെ ആരോടും പറയരുത്. ഞാൻ എന്തിനാ ഇവിടെ വന്നാന്നറിയാവോ? എക്സാമിന്റെ കാര്യത്തിനൊന്നല്ല, എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണണം. ആരാ ബോയ് ഫ്രണ്ട് എന്നറിയാവോ? നിങ്ങളുടെ അക്കൗണ്ട്സ് പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ, ജേക്കബ്, പുള്ളിക്കാരൻ. ജേക്കബ് സാറോ? അപ്പൊ ഡേവിഡോ? അപ്പൊ നിങ്ങൾ തമ്മില്? അവന്റെ കസിൻ മാത്ര, എനിക്ക് വേറെ അവനോട് ഒന്നുമില്ല. അൽഹംദുലില്ലാ. എന്താ? ഒന്നുമില്ല. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. സോ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ ഫെയർവെൽ ആണ്. ഈ ഒരു 4 വർഷം നിങ്ങളുടെ ജേർണി വളരെ മനോഹരമായിരുന്നു. അതിലൊരു പാർട്ട് ആവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് തന്നതിൽ ഞാനിപ്പോ എന്റെ കർത്താവിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം ഈ ഒരു വർഷം എനിക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെ ഇത്രയും നാള് ഈ ഒരു വർഷം നിന്നപ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു വിധിയാണെന്നാണ്. സോ എനിക്കിപ്പോ ഈ ഒരു പാട്ട് ഇവിടെ പാടണം എന്ന് തോന്നുന്നു. സോ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ പ്ലീസ് ബി എൻജോയ്. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ, നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ, കരയില്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി, എങ്ങും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമ്പുന്നു. ഒന്ന് നിക്കോ, ഒന്ന് എന്റെ കൂടെ വന്നേ. എന്താ രവി, എന്താ പറ്റി? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? പറ. ഇതെങ്ങനെയാ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇവിടെ വന്നതിന് മുമ്പ് നിന്നെ എനിക്ക് അറിയായിരുന്നു. എനിക്കിതിനെ അപ്പൊ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോ അത് ഇത്തിരി കൂടിയിട്ടുണ്ട്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ബട്ട് ഐ ക്യാൻ ഓൺലി സേ ദാറ്റ് ആക്ച്വലി എന്താ എനിക്ക് പറയണ്ടെന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയാം. ഐ തിങ്ക് ഐ എം fall in love with you. രവി, അത് പിന്നെ നീ പെട്ടെന്ന് ആൻസർ പറയണമെന്നില്ല, നല്ലപോലെ ആലോചിച്ച് പറഞ്ഞാൽ മതി. നിന്റെ ആൻസർ എസ് ആയാലും നോ ആയാലും ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കും.
ഇപ്പൊ നീ പോയിരുന്നു പഠിക്കാം. ചെല്ലേ, ഓൾ ദി ബെസ്റ്റ്. Did I really love him? പക്ഷെ അതെങ്ങനെ ശരിയാവും? ഇതൊരിക്കലും നടക്കാൻ പാടില്ല. എന്നെ നോക്കാതിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞ് നീ എന്തിനാ കേൾക്കാൻ നിൽക്കുന്നേ? ശരി, വിട്. നോക്കിക്കോട്ടെ, അവർ പറഞ്ഞ ആൾക്കാരെ കെട്ടിക്കോ, സാരില്ല. പക്ഷെ ഇമാതിരി ഫ്രോഡുകളൊക്കെയാണോ നീ കെട്ടേണ്ടത്? ഞാൻ ഇതിൽ യോജിക്കില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇഷു, കഴിഞ്ഞ ദിവസം ഷാനു വന്നപ്പോൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തേ? അവൻ പറയുന്നത് നീ കേൾക്കാൻ നിൽക്കണ്ട, ഞാനതൊരിക്കലും സമ്മതിക്കേയില്ല. പിന്നെ ഹാദിനോടൊരു കാര്യം പറഞ്ഞല്ലോ. എന്ത് കാര്യം? ഡേവിഡ് നല്ല ആളാ, അവൻ്റെ ഫാമിലിയും നമ്മളെ പോലെയല്ല. ദേ ഹാവ് എ ഗുഡ് ബോണ്ടിങ് വിത്ത് ദം. മോൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. കാരണം അതൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഉമ്മി വിചാരിക്കുന്ന പോലെ കാര്യങ്ങളല്ല. We are just friends. ഇഷു, നിന്റെ ഈ പ്രായം കിടന്നിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിനക്ക് ഡേവിഡിനോടുള്ള സ്നേഹം, ഇഷ്ടം ഇതെല്ലാം നിനക്ക് സത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും, ബാപ്പ നിന്നില്ലെങ്കിൽ കൂടി. ഉമ്മി സമ്മതിക്കുന്നതല്ല. വാപ്പിയുടെ റിയാക്ഷൻ, അവരുടെ ലൈഫ് ഇപ്പൊ ഹാപ്പിയില്ല പോന്നെ. ഞാൻ ചെന്നിട്ട് വാപ്പി ഇനി വെറുതെ എന്തിനാ? ഈ കാര്യത്തിന്റെ പേരും പറഞ്ഞ് നിന്റെ വാപ്പയൊന്നും പോയിട്ട് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, കുടുംബം കലക്കാൻ പോകുന്നില്ല. അത്രക്ക് ക്രൂരനല്ല എൻ്റെ കെട്ടിയോ. നീ എന്നെ ക്രൂരനാക്കല്ലേ? നീ ശരിക്കും ആലോചിക്കേ, നല്ലോണം സമയം എടുത്തോ. ഞാൻ പറഞ്ഞു തന്നിട്ട് നീ അധികം ടെൻഷൻ ആവാൻ നിൽക്കണ്ട. ഇപ്പോൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എക്സാം കഴിയട്ടെ, എന്നിട്ട് മതി. അവനെന്നെ വിളിച്ചിരുന്നു. യെസ് ഓർ നോ ഇപ്പം പറയണ്ട. എക്സാം കഴിഞ്ഞ് നല്ലതുപോലെ ആലോചിച്ച് തിങ്ക് ചെയ്ത് നിങ്ങൾ സംസാരിക്കും. ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഓൾവേസ്. ലാസ്റ്റ് അതൊരു ഇത്ര ടഫ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ എക്സാം. തേങ്ങ മിണ്ടി പോയിരുന്നു നീ. പിന്നെ റിസൾട്ട് വരുമ്പോ നീ ആയിരിക്കും ക്ലാസ്സിലെ ടോപ്പ്. എനിക്ക് അറിയത്തില്ല നിന്നെ, മിണ്ടാതിരുന്നു അവിടെ. സ്റ്റെല്ല, എന്റെ വാളറ്റ് ഞാൻ ക്യാൻസലിൽ വെച്ച് പറഞ്ഞു. ഞാൻ പോയി എടുത്തിട്ടാവേ. ഇഷു പോയിട്ട് കുറെ നേരമായില്ലേ, ഞാൻ പോയി നോക്കട്ടെ. ഈ സമയമാകുമ്പോ ക്യാൻറ്റീനിന്റെ വശത്ത് ആരും ഉണ്ട്. വേഗം ചെല്ല്, സൂക്ഷിച്ചു പോട്ടോ. സോറി, ഞാൻ ഇച്ചിരി ലേറ്റ് ആയി. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടി? ദേവി, എന്റെ വാപ്പി പക്കാ വിശ്വാസിയാണ്. അത് അപ്പോൾ തന്നെ എനിക്കുണ്ട്. എനിക്ക് എന്റെ മതത്തോട് സ്നേഹവും എല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ വലുതാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. ഞാൻ നിന്നോട് ഇപ്പോൾ രസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ ലൈഫിലും എന്റെ ലൈഫിലും കാര്യമായിട്ട് എന്നെ ബാധിക്കും. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിന്റെ വാപ്പയോ നിന്റെ മതമോ നിന്റെ ഒന്നും അതെനിക്ക് പ്രശ്നമല്ല. ദേവി, എനിക്കറിയാം. പക്ഷേ നമ്മ വിചാരിക്കുന്നത്ര ഈസി അല്ല ലൈഫ്. അതെനിക്കറിയാം. നമ്മുടെ ഈ പ്രണയം കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവുന്നത് ഞാൻ ഫേസ് ചെയ്തോളാം. എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ. പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്കുന്നേ. ഇതൊക്കെ കുറച്ച് ക്രിഞ്ചല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കാം, നിനക്ക് ഈ ലൈഫ് ടൈം ഫുള്ള് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ക്രിഞ്ചാണല്ലേ? എനിക്കും തോന്നി. ഓഫ് കോഴ്സ് എന്നെ കൊണ്ട് പറ്റും. എന്നെ കൊണ്ടല്ലാതെ പിന്നെ ആരെക്കൊണ്ടാ പറ്റുന്നേ? പറ്റും. ഈ ലോകത്ത് എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ബിടിഎസിനാ. അവരെ കൊണ്ട് മാത്രമേ എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. പറ്റോന്ന് നോക്കാം, ട്രൈ ആക്കാലോ. നോക്കിക്കോ. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഇപ്പൊ വാ, അവര് നമ്മൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. നിങ്ങൾ ഇത്രയും നേരം എവിടെ പോയതായിരുന്നു രണ്ടുപേരും? അതെനിക്ക് അറിയാം. നമ്മുടെ പ്രണയം കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നാല് അതൊക്കെ ഞാൻ ഫേസ് ചെയ്തോളാം. എനിക്ക് അത്രയ്ക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ. ഇതൊക്കെ കുറച്ച് ക്രിഞ്ചല്ലേ? നിനക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റോ? സ്റ്റെല്ല, മതി, നിർത്ത്. ഇല്ല, ഞാൻ നിർത്തൂല.
നിങ്ങൾക്ക് ആർക്ക് രണ്ടുപേർക്ക് ഏതെങ്കിലും ഒരാൾക്ക് പറയാനില്ലേ? ഞങ്ങൾ എന്താ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലാന്ന് വിചാരിച്ചോ? അപ്പൊ വെള്ളിയാഴ്ച വിളിച്ച് പറ നിങ്ങളൊന്ന് പുറകെ പോയി നോക്കാൻ, അല്ലെങ്കിൽ ഡേവി എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അറിയായിരുന്നോ? ഞങ്ങൾ വഴക്കാ നിങ്ങളെ, മിണ്ടത്തില്ല. അയ്യോ പെണങ്ങല്ലേ, എനിക്ക് വിഷമാവട്ടോ. ഇപ്പോഴാണ് നിങ്ങൾ തമ്മിൽ അത് കൺഫ്യൂസ് ചെയ്ത്. പ്ലീസ് പെണ്ണ്, ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാ, നീ കരയാൻ വേണ്ടി പറഞ്ഞല്ലോ. അതിന് തുടങ്ങി. അപ്പൊ ഓക്കെ, ഇന്നത്തെ നമ്മുടെ ചെലവ് ഇസ് ഫുള്ളി ഹോസ്റ്റഡ് ബൈ ദിസ് കപ്പിൾ. എല്ലാരും ഇപ്പൊ എത്തിയുള്ളൂ. ഇപ്പോഴാണ് നടു നിർത്താൻ പറ്റി. വന്ന അവിടെ തന്നെ കയറി കിടന്നു. നീ ഇവിടെ എന്തെടുക്കാ? ഫുഡ് അയച്ചോ നീ? ഫുഡൊക്കെ ഞാൻ നേരത്തെ കഴിച്ചതാ, പക്ഷെ ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നു. അതാ സത്യം പറയുക ഡേവി, എനിക്ക് ഇപ്പൊ അന്നാപനെ കാണാൻ തോന്നുന്നുണ്ട്. എന്താ ചെയ്യാ? ഇത് കേട്ടപ്പോ എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്തില്ല സത്യമായിട്ടും. അത്രക്ക് കാണാൻ തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ കണ്ടെന്നെ കാര്യം. നീ നാളെ റെഡി ആയി നിൽക്കും, ഞാൻ വരാം. ഡേവിക്ക് എന്റെ മയത്തിന് അത്രക്ക് നിർബന്ധ? വാപ്പിന്റെ അറിഞ്ഞ കൊല്ലും. നിനക്കറിയാലോ ഇവിടെ വാപ്പി ഇല്ലാന്നേ ഉള്ളൂ. ഇവിടെ ചുറ്റും വാപ്പിക്ക് പരിചയക്കാരുള്ളതാ. നിന്നെ എന്തെങ്കിലും ചെയ്യാൻ മാത്രം ധൈര്യം നിന്റെ വാപ്പിക്കില്ല. നമ്മൾ അതിനെ പിന്നെ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ സംസാരിക്കുന്നതൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും പറ. വേറെ ഒന്നുമില്ല. നാളെ നമ്മ കോട്ടയത്തോട്ട് തിരിക്കുന്നു. ഞാൻ നാളെ രാവിലെ അവിടെ എത്തും. നീ ഇവിടെ റെഡി ആയി നിന്നില്ലെങ്കിൽ ആ നിന്ന ഡ്രസ്സിൽ ഞാൻ നിന്നെ പൊക്കെടുത്തോണ്ട് വരും. ബൈക്കിലോ? ബൈക്കിൽ വരെയാണ് നമുക്ക് കോട്ടയം വരെ പോവാ. ബൈക്കിലാണ് നമുക്ക് കോട്ടയം വരെ പോവാ. അതേലോ, ഈ ചെറിയ ചാറ്റൽ മഴയിൽ ബൈക്കിൽ പോവാൻ നല്ല രസമാ. നീ ഇങ്ങോട്ട് കേറി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഹെൽമെറ്റ് വെച്ച് നിന്നെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ശോഭ കേറി. എന്നാ ചായ കുടിക്കാം. താങ്ക് യു. അല്ല, ഇത് ശരിക്കും കോട്ടയത്തോട്ട് പോണ വഴിയാണോ? വഴി അത്ര ഇതല്ലല്ലോ. ശരിക്കും മാം എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഉണ്ട്, വഴിയേ പറയാം. ഒരു മിനിറ്റ്. ചേട്ടാ, ഈ പാലക്കാടുള്ള റൂട്ട് ഏതാ? പാലക്കാട് കൊല്ലങ്കോടാണോ? ഒരാളുടെ റീപോസ്റ്റ് നിറച്ച് ഈ സ്ഥലമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് അവിടം വരെ കൊണ്ടുപോയിക്കാന്ന്. എന്തേ? താങ്ക് യു ഡേവി, താങ്ക് യു സോ മച്ച്. ഞാൻ എത്ര നാളായതറിയോ പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാവാ, ലേറ്റ് ആക്കണ. തിരിച്ച് കോട്ടയത്തോട്ട് എത്താനുള്ളതാ. രാത്രിക്കുള്ളിൽ എത്തണം. അതാണ് അമ്മച്ചിന്റെ ഓർഡർ. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കോട്ടയത്തോട്ട് പോണ്ടേ? വാ. ഡേവി, ലവ് യു. എന്താ ചെയ്യ നിനക്ക്? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചുമ്മാ പറയാൻ തോന്നി. പോവാം. വാ. രാത്രി ആവാറായി. ഇവനിത് എവിടെ പോയി കിടക്കുക? ചേച്ചി എന്തിനാ പേടിക്കുന്നേ? അവനിപ്പോ എത്തും. എപ്പോഴും അവൻ വൈകിയല്ലേ വരാറ്. ഇക്ക് അവനോർത്തല്ല ടെൻഷൻ, കൂടെ ഇഷ്മോളുള്ളതല്ലേ. അവ രാത്രി ആയില്ല, അതാ. ചേച്ചി പേടിക്കണ്ട, അവരിതേ കവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എത്തും ഇങ്ങോട്ട്. ചേച്ചിനേക്കാളും ടെൻഷൻ അതാ ചെറുതിന്. ഡെവിപ്പ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. മിഠായി കാത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇഷു, കൺഗ്രാറ്റുലേഷൻസ്. എവിടെ എന്റെ കുഞ്ഞുസ് സുഖമായിട്ടിരിക്കുന്നോ? ചെറിയ വോമിറ്റിംഗ് ഒഴിവാക്കിയ കുഞ്ഞൂസ് ഹാപ്പിയാ. നീയോ? അൽഹംദുലില്ലാ, അത് മതി. എവിടെ ലിസ കൊച്ചി? ലിസാമോ? എന്റെ കുശുമ്പി പാറു, അങ്ങനെയല്ലല്ലോ. നമ്മൾ കുഞ്ഞാവിനെ നോക്കണ്ടേ? നമ്മളല്ലേ നോക്കണ്ടേ? അല്ലാതെ ഞാൻ എന്റെ ലിസ കൊച്ചിനെ മറക്കോ? രണ്ടുപേരും പോയി ഫ്രഷ് ആയിട്ട് വാ. വന്ന കാലി നിൽക്കല്ലേ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. ഓ അത് ശരിയാ, ഞാൻ നിങ്ങളെ കണ്ടപ്പോ മറന്നുപോയി. നിങ്ങൾ രണ്ടുപേരും പോയി ഫ്രഷ് ചെയ്ത് ആയിട്ട് വാ. ശല്ലേ ചേച്ചി, അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ പോയി? അത് നാളെയല്ലേ പള്ളിയിലെ പെരുന്നാള്. സോ അതിന്റെ എന്തോ ഡിസ്കഷന് വേണ്ടി പോയിരിക്കുക. മീറ്റിംഗ് കൂടാൻ വേണ്ടി. ഇടവക്കാരിൽ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്ന മീറ്റിംഗ് അത് ശരിയായില്ലേ? അതാ വർക്കിച്ചാലും നമ്മുടെ അപ്പച്ചൻ നടത്തുന്നതിൽ വലിയ വിരോധം ഉണ്ടായിരുന്നു.
അത് തുടങ്ങി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ വർക്കിച്ചാനായിട്ടുള്ള ഒത്തുതീർപ്പിനും കൂടിയിട്ടാണ് അച്ഛൻ വിളിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞാൻ അറിയാലോ, ചേമൻ എന്നോട് പറഞ്ഞില്ല. ഇഷു, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. നീ ഒന്ന് അവിടെ വരെ പോട്ടെ, എന്താന്ന് അറിയണമല്ലോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയി നോക്കാം. രവി, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അത് ഇച്ചാമാര് നോക്കിക്കോളും. എടാ നിക്ക്, നീ പോയി ശരിയാവൂല. ചെറുക്കൻ വായെടുക്ക്. നീയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവനെ സപ്പോർട്ട് ചെയ്യാൻ. മോളിൽ ചെന്ന് ഫ്രഷ് ആവും. വർക്കിക്കുനെ ഇത്രയും നാളും ഡെസ്റ്റിൻ ചാൻ തന്നെയല്ലേ ഇവിടുത്തെ എല്ലാ പള്ളി പെരുന്നാളും നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ തന്നെ പോട്ടെ. ഇടവക്കാരുടെ എല്ലാവരും അഭിപ്രായം അത് തന്നെയാ. നീ ഒന്ന് സമാധാനപ്പെടുത്ത്. ബാക്കി അടുത്ത വർഷത്തെ പെരുന്നാൾ നമുക്ക് നോക്കാം. അതെന്താ അച്ഛോ അങ്ങനത്തെ ഒരു വർത്തമാനം? എല്ലാ പ്രാവശ്യം കളരിക്കലാണ് നടത്തുന്നത്, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ അഡാട്ടും ആമക്കളുള്ള കാര്യം അച്ഛൻ മറന്നു പോകുന്നുണ്ട്. വർക്കി, ഇവിടെ ആമക്കളും പെൺമക്കളും എന്നുള്ളതല്ല വിഷയം. ഇപ്രാവശ്യം എങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. നീ അടങ്ങ്. അത് നടക്കില്ല അച്ചോ. ഈ ഇടവകയില് കളരിക്കല് മാത്രമല്ലല്ലോ പൈസ ഇറക്കുന്നത്, ഞങ്ങളും ഇറക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അച്ഛനേക്ക് കുറച്ച് ചായ അങ്ങോട്ടാ കൂടുതല്. ജാക്സ, ഈ തിരുവസ്ത്രത്തിനോട് നിനക്ക് കുറച്ച് ബഹുമാനമാകാം. ഞാനിവിടെ ആദ്യം പക്ഷം പിടിക്കാനല്ല വന്നിരിക്കുന്നത്. ഈ പെരുന്നാൾ നല്ല രീതിക്ക് നടത്തണം. ശരിയച്ചോ, എനിക്ക് അച്ഛന്റെ ഈ വസ്ത്രത്തിനോട് ചെറിയൊരു ബഹുമാനമുണ്ട്. അതൊന്നും പോയിട്ടില്ല. ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ നിനക്ക് നടക്കാമെന്ന് നോക്കാം. സമയമുണ്ടല്ലോ, പെരുന്നാൾ നടക്കട്ടെ. വർക്കി, നീയോ നിന്റെ അപ്പനോ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാ നീ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. നീ എന്ത് വേണം ചെയ്തോ. ഈ ഒരു പള്ളിപ്പെരുന്നാളും നല്ല വൃത്തിക്കും മെനക്കും തന്നെ നടത്തിയിരിക്കും ഈ കളരിക്കലുള്ളവര്. അതിനു വേണ്ടിയിട്ടാ എന്റെ ലൂസി കൊച്ച് ഡെയിലി 6 മുട്ട വെച്ചിട്ട് ഇവന്മാരെയൊക്കെ തീച്ചു പോറ്റിക്കുന്നത്. അത് എതിർക്കാനുള്ള ശക്തി എന്റെ മക്കൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഇച്ചായ, അപ്പം നമുക്കിട്ട് താങ്ങുവാണോന്നൊരു ഡൗട്ട്. സംശയമൊന്നും വേണ്ട കുഞ്ഞെ, താങ്ങുവാ. അപ്പാ 6 അല്ല 8. ആടൊക്കെ പ്രായമായിരുന്നല്ലേ, കണക്കൊക്കെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ മനസ്സിലായാലേ 8 മുട്ട കൊടുത്ത് വളർത്തുന്നത്. അതുകൊണ്ട് നീയൊക്കെ ഏതവന്മാരിറക്കിയാലും ഇവന്മാരുടെയൊക്കെ ഒറ്റ ഇടിക്കുള്ളൂ. അതുകൊണ്ട് മോൻ സൂക്ഷിച്ച് കളിച്ചു. അപ്പൊ എല്ലാ കാര്യത്തിലും തീരുമാനമായ സ്ഥിതിക്ക് ഇനി ഒരു മീറ്റിംഗ് വേണ്ട. നമ്മൾ ഈ പെരുന്നാൾ അടിപൊളിയാക്കും. അതെ, ഇന്നത്തെ മീറ്റിംഗ് എല്ലാവർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാവർക്കും രാത്രി കുർബാനക്ക് കാണാം. സോ എല്ലാരും ചെല്ലൂ. ഇപ്രാവശ്യം നീയൊക്കെ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. വർക്കിച്ച, ഇന്നും വർക്കിച്ചിനോണ്ട് എനിക്ക് ബഹുമാനമുണ്ട്. അത് വർക്കിച്ചിനായിട്ട് തകർക്കരുത്. നീ ഇങ്ങ് വാടാ റൂട്ടെ. കണ്ടാലറിയവൻ കൊണ്ടാലറിയും. എന്റെ ലൂസി കൊച്ചയുടെ വെയിറ്റ് ചെയ്തിക്കുക. എന്തു ചെയ്തിട്ട് ഇവന്മാരെ അങ്ങോട്ട് വീത്താൻ പറ്റുന്നില്ലല്ലോ ഡാഡി. എല്ലാം നടക്കോടാ, നീ ഒന്ന് ക്ഷമിക്കേ. ആ പോയ ടെസ്റ്റിന് ഒരേ ഒരു വീക്ക്നെസ് ഉള്ളൂ, അവന്റെ ഫാമിലി. അതിന് നമ്മൾ എന്ത് ചെയ്താലും അവൻ എന്തായാലും മുട്ടുമടക്കും. നീ സമാധാനപ്പെടും, നമുക്ക് നോക്കാം. അത് നടക്കില്ലല്ലോ വർക്കിച്ച. അതെ വർക്കിച്ച, നമ്മൾ ആമ്പിള്ളേര് തമ്മിൽ ഉള്ള പ്രശ്നം എന്തിനാ വീട്ടിലിരിക്കുന്ന പെമ്പിള്ളേരെയും കൂടി ബാധിപ്പിക്കാൻ നടക്കുന്നേ? ജസ്റ്റ് കൂൾ. നമ്മൾ ആമ്പിള്ളേർ തമ്മിലുള്ളത് ആമ്പിള്ളേർ തന്നെ തീർക്കാം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിന് നിന്റെ അവതാരം ഞങ്ങൾക്ക് ആവശ്യമില്ല. നീ അങ്ങ് മാറിക്ക കൊച്ചേർക്കാം. ഞങ്ങൾ സംസാരിക്കുന്നുണ്ടില്ലേ വർക്കിച്ച? അടാട്ടുള്ളവരോട് എന്നും കളരിക്കലിന് ബഹുമാനം മാത്രമേ ഉള്ളൂ. പിന്നെ പണ്ടത്തെ കാരണന്മാർക്ക് പല സൗഹൃദങ്ങളും ശത്രുത ഉണ്ടാവും. അതിനെ വെറുതെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലും കൊണ്ടു നടക്കുന്നേ. ഇനി അത് കൊണ്ടു നടന്നാലും വീട്ടിലുള്ള പെമ്പിള്ളേരെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ ആമ്പിള്ളേർക്ക് സഹിക്കൂല. അതുകൊണ്ട് കളരിക്കലിലും മെക്കിട്ട് കയറാനുണ്ടെങ്കിൽ കളരിക്കലിലെ ആ 5 ആന്തടികളോട് മാത്രം പോരാട്. അല്ലാതെ വീട്ടിലിരിക്കുന്ന പെമ്പിള്ളേരോട് അങ്ങനെ ചെയ്തേനാ നമ്മളൊക്കെ എന്താ പറയാ? നമ്മളൊക്കെ ആമ്പിള്ളേരാവോ അല്ലേ? വർക്കിച്ചാൻ തന്നെ പറ. നീ ടെസ്റ്റിന്റെ മോണാണെന്നുള്ളത് ഓരോ നിമിഷവും തെളിച്ചുകൊണ്ടിരിക്കുക. നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ വീട്ടിൽ കയറി കളിക്കുന്ന പരിപാടി നമ്മൾ നിർത്താൻ പോവാം. ആ പ്ലാൻ ചെയ്തിട്ട് പക്കലില്ല. ഇനി നമുക്ക് വേണ്ടത് നേരിട്ടാകാം. ആമ്പിള്ളേരും തമ്മിലാകാം. അതാണ്. അപ്പൊ ശരി, പിന്നെ കാണാം. അപ്പൊ ശരിക്കും അത് മാറ്റാൻ പോവാണോ? അതേടാ, ശരിയാ. വീട്ടിൽ കയറി കളിക്കുന്നത് നമുക്കും സേഫ് അല്ല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ കളിക്കാം. നീ സമാധാനപ്പെടും, എല്ലാം നമ്മുടെ വരുതിയിൽ വരും. നല്ല രീതിക്ക് ഫയർ ചെയ്തൂലേ? ഞാൻ കണ്ടായിരുന്നു. ഇന്നല്ലാതെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം, അല്ലെങ്കിൽ തലേ കയറി നടങ്ങുമാരൊക്കെ. ഇഷു മോളെ റെഡി ആവുന്നല്ലേ? വാ ഇറങ്ങാം. വാവ്, കൊള്ളാലേ. ഉടുതനപ്പ് എനിക്കും വളരെയായിട്ട് ഇഷ്ടമായി. നല്ല കളറുണ്ട്, നല്ല രസമുണ്ട്, കൊള്ളാം.
കൊള്ളാം, എനിക്കിഷ്ടായി. എന്നാ നമുക്ക് ഇറങ്ങാം. അവിടെ എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുക. വാ, എന്നിട്ട് വേണം പള്ളി പോവാൻ. അതേതാ ഒരു പുതിയ മുഖം, അത് നമ്മുടെ കളരിക്കൽ ഡേറ്റിന്റെ കൂടെ. അതവൻ കൊച്ചിയിൽ പഠിക്കാൻ പോയപ്പോ കിട്ടിയ കൂട്ടുകാരിയാന്നാ പറയുന്നത്. കുറെ ദിവസമായി വീട്ടില്. അന്നലെന്താടാ ഇവന്മാർക്ക് മാത്രം ഇത്ര ഫിഗർ ഉള്ള ഐറ്റംസിനൊക്കെ കയ്യിൽ കിട്ടുന്നേ. അതിനും വേണം മോനെ ജാക്സ ഒരു ഭാഗ്യൊക്കെ. നീ അവന്റെ ചേച്ചിമാരെ കണ്ടിട്ടുണ്ടോ? എന്നതാ, ഒന്ന് രണ്ടെണ്ണം പെറ്റതാന്ന് അവൾമാരെ കണ്ടാ പറയോ? അവന്മാരുടെയൊക്കെ ഒരു യോഗം. നീ അവളുടെ ചുണ്ട് കണ്ടോ? കടിച്ചെടുക്കാൻ തോന്നുന്നു എനിക്ക്. നീ വാ, അവന്റെ ഫ്രണ്ട് അല്ലേ, അല്ലാതെ പെമ്പർനോത്തി ഒന്നല്ലല്ലോ. നീ വാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. ജാക്സ ഇന്നൊരു പ്രശ്നത്തിന് പോണ്ട. നമ്മളായിട്ട് പെരളിപ്പെരുന്നാള് കൊളാക്കി എന്ന് പറയും. വേണ്ട കേട്ടോ, ഒന്നാമതൊരു ഡേവിഡിന്റെ ഫ്രണ്ടാ. വെറുതെ അവനെങ്ങാനും അറിഞ്ഞാ പിന്നെ പ്രശ്നമാവും. വെറുതെ എന്തിനാ? അവൻ അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അവനൊന്നും അറിയാൻ പോകുന്നില്ല. നീ വാടാ ആന്റണി, ചിലപ്പോ നമുക്ക് വല്ല പായസം കിട്ടിയാലോ. വാ, പറഞ്ഞാ കേക്കണ്ട, എവിടേക്കേലും പോട്ടെ പുള്ളി. ദേവി, നീ പോയി ആ കുരിശിന്റെ കാര്യം ഒന്ന് പോയി നോക്കിക്കേ. അവൻ അവിടെ അപ്പം അന്വേഷിക്കണ്ട്. മോളൊന്ന് ചേച്ചിമാരുടെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. അതിനെന്തിച്ചാ ഞാൻ പോയിക്കോളാം. ചേച്ചിമാർ എവിടെയാ നിക്കുന്നേ? സോറി മോളെ, അത്യാവശ്യം ആയതുകൊണ്ടാ, ഇവനില്ലാതെ പറ്റൂല, അതുകൊണ്ടാ. മോൾ അങ്ങോട്ട് ചെല്ലിട്ടോ. ഇഷു, നീ ചെന്നോ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. സൂക്ഷിച്ചു പോട്ടോ. ഹലോ, അവിടെ ഒന്ന് നിൽക്കാവോ? ആരാ? എന്താ വേണ്ടേ? എന്തു ചോദിച്ചാലും തരൂ. എന്നാൽ ഒരു കൂട്ടം ചോദിക്കട്ടെ. സോറി, നിങ്ങൾക്കുള്ളത് എന്റെ കയ്യിലില്ല. ആ പോവലെ നിക്ക്, ഞാൻ ചോദിക്കട്ടെ. നീ ഡെവിയുടെ ഫ്രണ്ട് അല്ലേ? ആണെങ്കി മാറി നിൽക്ക, എനിക്ക് പോണം. ഓ, ഒരു മിനിറ്റ്. ഡെവിയുടെ ഫ്രണ്ട് അല്ലേ? ഞാൻ ഡെവിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാ. കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ട് കാണാം. സോറി, ഞാൻ എന്നെ കണ്ണി കണ്ടവരെ പിടിച്ച് ഫ്രണ്ട്സ് ആക്കാറില്ല. കണ്ണി കണ്ടത് വേണ്ട, എന്നെ ആക്കിയാ മതി. നീ തുറന്നു പറഞ്ഞോ, ഇതിന്റെ റേറ്റ് എത്രയാ? എത്രയായാലും ഞാൻ ഓക്കെ ആണ്. നിന്നെ തല്ലിയില്ലേ? തല്ലാതെ പിന്നെ ഞാൻ നിന്നെ പോയിട്ട് പൂജിക്കാടാ. പെൺകുട്ടികളുടെ പശ്ചാത്തലം വിളിച്ചു പറഞ്ഞ നിന്നേക്ക് ചെരിപ്പോണ്ട് അടിക്കേണ്ടത്. മോളത്ര പുണ്യാളത്തിയാവാൻ നോക്കല്ലേ. നീ ആ ഡേവിഡിന്റെ ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് വെപ്പ് കൂടി തീറ്റയെല്ലാം ആ കളരിക്കലാണല്ലോ. ഓ, അവിടെ അങ്ങ് പിടിച്ചു വെക്കാണ് മോൾക്ക്. ഡേവിഡിന്റെ ഫ്രണ്ട് ആണോ ഇല്ലയോന്ന് എനിക്ക് നിന്നോട് വിളമ്പി നടക്കേണ്ട കാര്യമില്ല. പിന്നെ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, ഡേവിഡ് എന്റെ കഴുത്തിൽ മിന്നു ചാർത്താൻ പോകുന്ന ചെക്കനാ. പിന്നെ കളരിക്കലുള്ള അമ്പിളരൊന്നും നിന്നെ പോലെയല്ല. ഈ പറഞ്ഞ് ഞാനിങ്ങനെ ഇച്ചാമ്മയോട് പറഞ്ഞിരുന്നുണ്ടല്ലോ, നീയൊക്കെ അവിടെ തീർന്നേനെ. വൗ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇഷു. ഇഷു മതി. ജാക്സ, എനിക്ക് വർക്കിച്ചനോട് ബഹുമാനവും ആരാധനയും ഉണ്ട്. ഇത് നീയായിട്ട് കളഞ്ഞു കുളിക്കാൻ നിൽക്കരുത്. പിന്നെ ഞങ്ങളിപ്പോ ഈ നടന്ന കാര്യം ഇച്ചാമ്മയോട് പറയുന്നത്. ഇച്ചാമാര് വേണ്ട, ഞങ്ങൾ തന്നെ ധാരാളാ നിന്നെയൊക്കെ ഒതുക്കാൻ. അത് നീ ഓർത്തു വെച്ചോ. നീ മേലെ ഇത് ആവർത്തിക്കാൻ നിൽക്കരുത്. അപ്പൊ ചേച്ചിമാര് പോട്ടെ. ജാക്സ, പിന്നെ ഒരു കാര്യം, വെറുതെ നീയായിട്ട് നിന്റെ തടി കേടാക്കാൻ നോക്കരുത്. ആരാ ചേച്ചി അവൻ? അവനോ, അതൊരു വലിയ കഥയാ. നമ്മളെ കളരിക്കലിലെ ഒരു വലിയ ശത്രു ഉണ്ടായിരുന്നു, അഡാട്ട് ഫാമിലി. കളരിക്കൽ അഡാട്ട് ഒരിക്കലും ചേരില്ല. കുറേ കാലങ്ങളോളം ശത്രുക്കളായിരുന്നു. ഇവന്റെ അപ്പനപ്പം കാലത്ത്. ഇവന്റെ അപ്പനാണ് ഇപ്പൊ വർക്കി, ഇപ്പോൾ അഡാട്ട് ഫാമിലിയിലെ കാരണവര്. അവന്റെ മോനാ. ഈ ജാക്സൺ ഒന്ന് സൂക്ഷിക്കണം, വിളഞ്ഞ വിത്ത. ഇപ്പൊ അവനൊന്ന് പേടിച്ചിട്ടുണ്ട്. എന്നാലും ഇഷു, നീ സൂക്ഷിക്കണം. നമ്മൾ എന്തിനാ ഇപ്പൊ ഇവന്മാരുടെയൊക്കെ പേര് പറഞ്ഞ് നമ്മുടെ മൂടങ്ങള് കളയുന്നേ? ഇപ്പൊ വാ, അവിടെ കുർബാന തുടങ്ങാൻ നേരായി. മോളെ ഇഷു, ഈ ചായ ഒന്ന് കൊണ്ടുപോയി അപ്പച്ചനും അമ്മച്ചും കൊടുക്കോ, ഫ്രണ്ടിലുണ്ട്. അതിനെന്താ ചേച്ചി ഇങ്ങന്നേക്ക്, ഇതൊന്ന് ലച്ചുമോൾക്ക് കൊടുത്തേക്കട്ടോ. ലൂസി കൊച്ചേ, ഇപ്രാവശ്യത്തെ വിളവ് കുറച്ച് കുറവാണല്ലോ. ഇനി എന്നാ ചെയ്യാനോ നമ്മ? എന്നാ ചെയ്യാനാ, ഉള്ളത് ചോണം പോലെ കഴിയാം. പിന്നെ ഇത് തന്നെയല്ലോ നമ്മുടെ വരുമാന മാർഗം. ബിസിനസ് ഉണ്ടല്ലോ, സമാധാനപ്പെടും. അപ്പ അമ്മ, ദേ ചായ. ആ, താങ്ക് യു. മോളോട് ഇരിക്കേ. എന്നതാ മോളെ മുഖത്തൊരു വാട്ടം? എന്തു പറ്റി? എന്തൊരു പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല അമ്മ, പക്ഷേ രാവിലെ മുതല് ഉമ്മച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോ ഉമ്മ വിളിക്കുന്നതാ. എന്തു വെച്ചെന്നറിയ, തിരിച്ചു വിളിച്ചിട്ട് എടുക്കൊന്നുമില്ല. ഓ, അതാണോ? വിഷമിക്കണ്ട, ലൈലക്ക് എന്തെങ്കിലും ബിസി ഉണ്ടാവും, അതാ. അത് മമ്മ ചോദിക്കണ്ടൊന്നും തോന്നരുത്. ഇഷുടെ ഉമ്മച്ചി നമ്മുടെ ഫാമിലിയുടെ എന്താ ബന്ധം? എനിക്ക് എന്തോ ഡൗട്ട് അടിക്കുന്നു. എന്താ പറഞ്ഞ ബിസിനസ് ആണ്. പിന്നെ നമ്മുടെ പപ്പ, നിന്റെ പപ്പയുടെ ആദ്യത്തെ ക്രഷ് ആയിരുന്നു ലൈല.
പിന്നെ അത് കോളേജിൽ വെച്ചിട്ടായിരുന്നേ. പിന്നെ ഇവിടുത്തെ അപ്പച്ചൻ സമ്മതിക്കാത്തതുകൊണ്ടും വേറെ കാസ്റ്റ് ആയതുകൊണ്ടും അതങ്ങോട്ട് നടന്നില്ല. പിന്നെ തലയിലായി. വേറെ എന്താ ചെയ്യാനാ? ഓ ഓ വെറുതെ അല്ല ഇന്റർകാസ്റ്റിനോട് ഇത്രയൊക്കെ ആഗ്രഹം. കൊച്ചു കള്ള. ഓ അപ്പൊ വെറുതെ അല്ല ഉമ്മച്ചി എന്നെ ഇങ്ങോട്ട് വിട്ടത്. ഇപ്പോഴല്ലേ കാര്യത്തിന് കിടപ്പോശം മനസ്സിലായേ. വാപ്പിച്ചി വാപ്പി ഞാൻ നിക്ക്, ഒന്നും പറയണ്ട. ഉമ്മയും മോളും കൂടി എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഇങ്ങോട്ട് വാ, വീട്ടിൽ തന്നെ തരാം. ഇബ്രാഹിം, മോളെ കൊണ്ടുപോകല്ലേ? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഞങ്ങൾക്ക് എന്താ ഇവളുടെ ഒന്നും അറിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോകാൻ പോവാ. പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. ചായ ഡെവി ഒന്നിങ്ങ് വന്നേ പ്ലീസ്. വാപ്പി പ്ലീസ് കൊണ്ടുപോലെ. ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. ഞാൻ പറയുന്നത് കേക്ക്. അടങ്ങി നിക്ക് ഷു. ഷാനു, ഇവളെ പിടിച്ച് വണ്ടി കയറ്റിക്കേ. ശരി വാപ്പി, ഇങ്ങോട്ട് വാ. ഷാനു, അവളെ പിടിച്ച് കേറ്റാൻ നോക്ക്. നിക്ക്, എനിക്ക് താങ്കളോടല്ല സംസാരിക്കുന്നത്. ആ നിൽക്കുന്ന മനുഷ്യനോടാ. പ്ലീസ്, ഇവളുടെ വാപ്പി അതുകൊണ്ട് ഞാൻ പറയാം. ഒന്നവള് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചൂടെ? ഒന്നില്ലെങ്കിൽ അത് നിങ്ങളെ മോളല്ലേ? നോക്കു മോനെ, നിന്നോട് എനിക്ക് പേഴ്സണൽ ഒരു വിരോധമില്ല. ഞാൻ ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഇവളിവിടെ എന്താ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നാളെ ഇവിടെ കല്യാണോ അതിന് വീട്ടിൽ കൊണ്ടുവരാൻ വന്നതാ. ഇഷു വാ, വണ്ടി കയറ്. പറഞ്ഞിട്ടില്ല നീ? വാപ്പി പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് വേണ്ട ഇയാളെ. പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്. കാറി കയറ്. ഇല്ല ഞാൻ വരൂല. എനിക്ക് വേണ്ട ഇയാളെ. പ്ലീസ് പ്ലീസ് ഡെവിനെ വിട്ടു കൊടുക്കല്ലേ ഡെവി പ്ലീസ്. ഇഷു, നീ വരുന്നുണ്ടോ ഇല്ലയോ? എന്നെ വെറുതെ ദേഷ്യം പിടിക്കാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് കേട്ടോ. വെറുതെ വീട്ടിൽ വന്നിട്ട് എനിക്ക് നാളെ നിന്റെ വിവാഹം വരാൻ നോക്ക്. ഇല്ല ഞാൻ വരില്ല. പാപ്പി എത്ര നിർബന്ധിച്ചാൽ ഞാൻ വരില്ല. എന്നെ വിട്ടു കൊടുക്കല്ലേ പ്ലീസ് പ്ലീസ്. ഞാൻ അമ്മിക്കാരോട് പറഞ്ഞല്ലേ പെൺകുട്ടികൾ അതൊക്കെ ഒതുക്കി വളർത്തണമെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ വേല് ചാടുന്നൊക്കെ ഇവിടേക്ക്. അങ്കിളുടെ മോളെ കുറിച്ച് എത്രയും പറയുന്നത്. അങ്കിളിന് ഒന്നും തോന്നുന്നില്ല? അങ്കിളുടെ വളരെ ദോഷത്തിനെ കുറിച്ചിട്ടല്ലേ ഈ വ്യക്തി എടുത്തു പറയുന്നത്? ഇതൊന്നും കേട്ടിട്ട് അങ്ങൾക്ക് തോന്നുന്നില്ല? അങ്കിൾ ശരിക്കും ഇവളുടെ വാപ്പ തന്നെയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം കണ്ടും കേട്ടടിച്ചും മിണ്ടാതിരിക്കുന്നു. ഇവരൊക്കെ അങ്ങനെ പലതും പറയും. നമ്മുടെ മോള അവൾ പിടിച്ച് വിളിച്ച് കേറ്റിക്ക. ഇഷു, എന്നെ അവസാനമായിട്ട് ചോദിക്കുക, നിന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? മുനീറെ, വണ്ടി എടുക്കാം. ഇഷു മോളെ പോവല്ലേ? അന്ന, അവള് പോയിക്കോട്ടെ, വിളിക്കണ്ട. അപ്പ, മോൾ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നേരത്തെ പോയി കയറിയതാ. ഇതുവരെ കഥവ് തുറന്നിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി വിളിക്കട്ടെ? വിളിക്കണം. രവി, നീ പോയി മോളെ വിളിച്ചിട്ട് വാ. ശരി. നിനക്ക് ഇത്രയൊക്കെ വിഷമാവായിരുന്നെങ്കിൽ നിനക്ക് വാപ്പീന്റെ കൂടെ പോവായിരുന്നില്ലേ? എന്തൊക്കെ പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യാന്ന് പറഞ്ഞ ആളാ ഇരുന്ന് കരയുന്നേ. നീ വാ, എല്ലാം ശരിയാവും. ഇപ്പൊ ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട ഡെവി. അതൊന്നും പറ്റില്ല. നീ വന്നേ, കഴിച്ചേ പറ്റൂ. താഴെ എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന അവർക്കും കൂടി വിഷമാവൂലേ? പറയുന്നത് കേക്ക്. നമുക്ക് വാപ്പിനെ പോയി സമാധാനിപ്പിക്കാം. അപ്പത്തെ ദേഷ്യത്തിൽ ഇന്നലെ പറഞ്ഞു പോയതായിരിക്കും. എല്ലാം ശരിയാകും. ഞാൻ പറയുന്നത് കേക്ക്. നീ ശരിയാവില്ല ഡെവി. പാപ്പി എത്ര പറഞ്ഞാലും കേൾക്കൂല. എന്റെ ഭാഗം ഒന്ന് കേൾക്കാൻ പോലും ശ്രമിച്ചില്ലല്ലോ.
ഞാനത് തെറ്റാ ചെയ്തത്. ഷാറുഖ് ഖാന് വേണ്ടാന്ന് പറഞ്ഞതോ ഒന്ന് കേൾക്കായിരുന്നല്ലോ ഡെവിൻ. ഇതിപ്പോ ഞാൻ കാരണം നിങ്ങളും കൂടി വിഷമിക്കുമല്ലേ? ഇഷു, നീ അങ്ങനെ ചിന്തിച്ച് കൂട്ടല്ലേ, പറയുന്നത് കേക്ക്. സമാധാനപ്പെടില്ല, അത് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ നീ വാ, ഫുഡ് കഴിക്കാം പ്ലീസ്, അല്ലെങ്കിൽ നിനക്ക് വയ്യാതെ ആവും. ഇഷു, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? പെട്ടിയും കടക്കൊക്കെ പാക്ക് ചെയ്തോ. എങ്ങോട്ടാ ചേച്ചി? ടു യുവർ ഡ്രീം കൺട്രി സൗത്ത് കൊറിയ. സീരിയസ്ലി? ശരിക്കും? നീ പറയാറില്ലേ നിനക്ക് PG ചെയ്യാൻ സൗത്ത് കൊറിയ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്? സോ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ഒന്ന് നോക്കി നോക്കിയതാ, കിട്ടി. അപ്പൊ ഇന്ന് തന്നെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കോ. അതേ സമയമില്ല, അടുത്ത ആഴ്ചയാ പോകേണ്ടേ. അടുത്ത ആഴ്ചയോ? അതെ, മോൾക്ക് വിന്റർ സെമസ്റ്റർ ആ കിട്ടിയിരിക്കുന്നേ. സ്പ്രിങ് ഞാൻ നോക്കി, പക്ഷേ അതെല്ലാം ഫിൽഡ് ആയിരുന്നു. സാരമില്ല, പോയിട്ട് വാ, 2 വർഷത്തേക്കല്ലേ. ലിസ കൊച്ച് കരയല്ലേ? ഇഷുജി പോയിട്ട് വേഗം വരുമല്ലോ. ഇങ്ങനെ കരയല്ലേ, അവയ്ക്ക് അസുഖം പിടിക്കോടാ പ്ലീസ്. അതേലോ, ജോഷ ചാനൽ കുറച്ച് സ്ട്രോങ് ആ. ഇന്ന് വന്നേ. ഡാ ഡെവി, നീ എന്താ ഈ കോഴി പ്രസവിക്കാൻ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? വേഗം റെഡി ആവ്, നമുക്ക് എയർപോർട്ടിലോട്ട് ഇറങ്ങിയത്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നിനക്കത് മനസ്സിലായില്ലേ ഇവനെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേന്ന്? ഡെവി, അവള് മുകളിലുണ്ട്, ചെല്ല്. അന്നാമോ, താങ്ക്സ്. ഓ, വരവ് വെച്ചിരിക്കുന്നു തമ്പ്ര, ചെല്ല് ചെല്ല്. നിനക്കിത് മനസ്സിലായല്ലേ മെറ്റി, അവൻ ഇഷുവിനെ കാണാൻ വേണ്ടിട്ട് എങ്ങനെ നടക്കുന്നേന്ന്? പിന്നല്ലാതെ എപ്പോഴേ മനസ്സിലായതാ. പിന്നെ ചുമ്മാ ഇതെവിടം വരെ പോകുന്നത് നോക്കണമല്ലോ, അതുകൊണ്ട് ചെയ്തതാ. പേടിച്ചു പോലെ ദേവി. എന്താ ഇത്രയും ദിവസം ഈ ഭാഗത്ത് കണ്ടില്ലല്ലോ? അത് പ്രായാവിനെ മുമ്പ് ഇച്ചായന്മാരെ പണി തരാൻ വേണ്ടി നോക്കിയതാ. പെട്ടുപോയി മോളെ. അല്ല, ഈ പറഞ്ഞ ആള് മായാലോകത്തായിരുന്നല്ലോ ഈ ഒരാഴ്ച ഫുള്ള്, അതുകൊണ്ടാ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇനി ഈ പറഞ്ഞ ആള് സൗത്ത് കൊറിയയിലോട്ടൊക്കെ പോകുമ്പോ ഞങ്ങളെയൊക്കെ മറന്നു പോകുമോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അവിടെ പോയിട്ട് വല്ല വീണയും ജംഗിൾ ബുക്കിനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളെ മറക്കോ? ജംഗിൾ ബുക്ക് അല്ല, ചങ്കുക്ക്. ആരായാലും എന്താ, മനസ്സിലായ പോരെ. പ്ലീസ് എന്നെ വിട്ട് പോകരുത് കേട്ടോ. ഞാൻ എത്രയും ദിവസം അങ്ങനെ സർവൈവ് ചെയ്ത പോലെ എനിക്ക് അറിയില്ല. അയ്യടാ, ഞാൻ നോക്കാൻ പോകുന്നില്ല. ഞാൻ വല്ല ഒപ്പമാരെ കിട്ടി സുഖമായിട്ട് അവിടെ അങ്ങ് ജീവിക്കും. ജീവിക്കോ നീ? ഞാനത് ജീവിക്കോ? എന്നിട്ട് പോവോ നീ? ഇല്ല, പോവില്ല. ഇല്ല, പോവില്ല. പ്ലീസ് പ്ലീസ്, ഞാൻ അവിടെ പോവില്ല. ഇഷ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, നിടിച്ചു പോവല്ലേടി. എനിക്ക് അറിയില്ല, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ സർവേ ചെയ്യുന്ന പോലെ എനിക്ക് അറിയില്ല. അത്രയ്ക്ക് ഒബ്സസ്ഡ് ആയതുപോലെ. പ്ലീസ് എന്നെ വിട്ടു പോകരുത് ഒരിക്കലും. ഡെവി, എന്നെ നോക്കിയേ, ഞാൻ എവിടെയും നിന്നെ വിട്ടു പോകില്ല. കാരണം എനിക്ക് ഇത്രയും ഹാപ്പിനെസ് തന്ന, എനിക്ക് ഇത്രയും ആൾക്കാർ തന്ന ഞാൻ എങ്ങനെ ഇട്ടിട്ട് പോകാനാ? ഒരിക്കലും സാധിക്കില്ല. അഥവാ നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയാലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല, എന്റെ മരണം കൊണ്ടല്ലാതെ. പ്രോമിസ്. ആ, ഇത് കേട്ടാ മതി. നമുക്ക് എന്നാ ഇറങ്ങാം? ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ? ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? എടി, അതിനല്ലേ സർപ്രൈസ് എന്ന് പറയുന്നേ. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇഷു, അങ്ങനെ പോവാണല്ലേ? ഓൾ ദി ബെസ്റ്റ്. അവിടെ പോയി അടിച്ചു പൊളിക്കും. നമ്മളൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ മറക്കാനാ? ഒന്ന് പോയിച്ചു. ഗൈസ്, സമയായി, നമുക്ക് താഴെ ഇറങ്ങാം. വാ പിള്ളേരെ, വാ താഴോട്ട് ഇറങ്ങ്, നമുക്കിപ്പോ പോണ്ടേ. ഇഷു മോളെ, ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കണം കേട്ടോ, ബാഗിൽ വെച്ചേക്കും. ഇത് രണ്ടെണ്ണുണ്ടല്ലോ. സ്റ്റെല്ല, സർപ്രൈസ്. അങ്ങനെ എന്റെ കൂടി ഡ്രീം കൺട്രിയിൽ നോട്ടൊക്കെ പോയാൽ മതിയോ? ഞാൻ വേണ്ടേ? രണ്ടും കൂടി പോയി അവിടെ അർമാദിക്കത്തൊക്കെ കൊള്ളാം. ഇടക്കിടക്ക് പഠിക്കുന്ന ചിന്തയും കൂടി വേണം, മനസ്സിലായല്ലോ? ഉമ്മി, ഷു മോളെ ചെല്ല്. ഞാനാ വിളിച്ചത് ഉമ്മിയെ, ചെല്ല്. ഉമ്മി, ഞാനത് വേണ്ട ഇഷു, നീ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം.
ഞാൻ പറഞ്ഞല്ലോ, എന്ത് സാഹചര്യമായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ നീ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയം. ജസ്റ്റ് എൻജോയ്. ഉമ്മി വാപ്പി ഇപ്പൊ എന്തെടുക്കുക? എവിടെയാ? വീട്ടിലുണ്ട്. അവിടെ മുനീറിനായിട്ട് എന്തോ സംസാരിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ എത്തും. കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുക. അവളായിട്ടൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടാ വന്നേക്കുന്നേ. ഇഷു, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പോവാണല്ലേ? ആദി, എനിക്ക് ഉറപ്പായിരുന്നു നീ വരും. പിന്നെ ഞാൻ വരാതെ പിന്നെ ആരാ വരണ്ടേ? ഇതാണോ നിന്റെ പുതിയ ഫാമിലി? നീ വാ, ഞാൻ എല്ലാവരെ പരിചയപ്പെടുത്തി തരാം. ഇഷു, സ്റ്റെല്ല, ഇതവിടെ ഇമിഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെല്ല്. ആ ചേച്ചി ഇതേ വരുവാ. അപ്പൊ എല്ലാവരോടും ഇനി രാത്രിയില്ല, 2 വർഷം കഴിഞ്ഞ് കാണാം. ഇസു, എന്താണ് എന്റെ കൊച്ചിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല, നീ പോയിട്ട് വേഗം വാ, ഞാൻ വെയിറ്റ് ചെയ്യും. ഇസു, നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല. അവള് 2 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരൂലേ? സമാധാനപ്പെട്. പറ്റൂന്ന് തോന്നുന്നില്ല ചേച്ചി. കാരണം ഇത്രയും കാലം ഒന്നിന്റെ പേരിൽ ഞങ്ങൾ തിരിഞ്ഞു തിന്നിട്ടില്ല. സാരമില്ല, ഇവളെ ജോലിക്കിട്ടിട്ടണം എനിക്ക് വീട്ടിലിരുന്ന് സുഖിക്കാൻ. അമ്പടാ, നീ ആള് കൊള്ളാലോ. മോനെ ഇസാക്കെ, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നാളെ തന്നെ രണ്ടും കൂടി ഓഫീസിലോട്ട് ഇറങ്ങിക്കോ. പപ്പനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ, രണ്ടും നാളെ ഓഫീസിൽ കയറിക്കൊള്ളണം. ഇച്ഛായ, അവൻ മാത്രമേ ആഗ്രഹം പറഞ്ഞിട്ടുള്ളൂ എനിക്ക് പണിയെടുത്ത് ജീവിക്കണം എന്ന്. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് കയറിയാ പോലെ. അയ്യോ, ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആഗ്രഹങ്ങൾ തള്ളിക്കെടുത്താൻ പാടില്ല അല്ലേ ചായോ? അതുകൊണ്ട് നീ നാളെ തന്നെ പോന്നേക്ക്. ആഗ്രഹങ്ങളും വെച്ചു പൊരിപ്പിക്കാൻ പാടില്ല. ജോഷിഷാൻ പറഞ്ഞത് വളരെ നേരാ. ഇവനും ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരും. കാരണം ഞാൻ പോയിട്ട് ഇവൻ വന്നില്ലെങ്കിൽ അത് മോശമല്ലേ? മതി മതി മക്കളെ, നിങ്ങൾ ചെല്ലി. ഇവന്മാരെ കേട്ടോണ്ടിരുന്ന അതിനെ നേരുണ്ടാവുള്ളൂ. നിങ്ങൾ ചെല്ലി, അല്ലെങ്കിൽ ആ ഇസു, സ്റ്റെല്ല, നിങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ, അതായത് സിംഗപ്പൂരിലായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നത്. അവിടെ എത്തുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടണം. പിന്നെ ഇൻഷോന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് വരും. അവരെ കൂടെ പോയാൽ മതി, കേട്ടല്ലോ? ശരി ചേച്ചി, അപ്പൊ ഞാൻ പോട്ടെ. ഇസു, കറങ്ങി നടക്കാൻ നിൽക്കരുതട്ടോ. ഞാൻ നടക്കും. നീ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. അല്ല പിന്നെ അമ്മച്ചേ, അപ്പച്ചനെ സൂക്ഷിച്ചോ, സംതിങ് ഫിഷി. കുടുംബങ്ങളൊക്കെ നോക്കുന്നോ കുട്ടി പിശാശി? മതി മതി, നിങ്ങൾ ചെല്ലേ. ഇനി നിന്നാ വൈകും. ചെല്ലേ. നമുക്കാണ് ബസ്. മീറ്റു, പോയിട്ട് വേഗം വാ, ഞാൻ കാത്തിരിക്കും. രവി, റെഡിയായോ? ഇച്ചാൻ എന്താ ചോദ്യാ ചോദിക്കുന്നേ? അവൻ എപ്പോ തൊട്ട് റെഡി ആയിക്കുവാ? അത് അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ല എടാ, ഇസു എപ്പോഴാ വരുന്നേ? നമ്മളോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവൻ അവിടെ എത്തിക്കോളാന്ന് പറഞ്ഞു. എന്നാ നമുക്ക് ഇറങ്ങാം. രവി, നീ പാസ്പോർട്ടൊക്കെ എടുത്തില്ലേ? അതൊക്കെ അവൻ എപ്പോഴേ എടുത്ത് കാണും. എൻ്റെ പൊന്നു അന്ന. അല്ല, ഇതാര്? ഇബ്രാഹിമോ? വാ, കേറിയിരിക്കെ. ഞങ്ങള് ഒന്ന് എയർപോർട്ട് വരെ പോവായിരുന്നു. വാ. അല്ല, രണ്ടുപേരും വന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ? ഡസ്റ്റിൻ, ഈജനോട് പൊറുക്കണം, അത് പറയാനേ വന്നേ. അയ്യോ, ഞാനെന്തിനാ ഇബ്രാഹിമിനോട് പൊറുക്കുന്നേ? എന്താ? ചില മുഖംമൂടിയുടെ ചെന്നായ്ക്കളെ
തിരിച്ചറിയാതായിപ്പോ എനിക്ക്. എന്നോട് ക്ഷമിക്കണം. എന്റെ മോള് അവളൊന്ന് കാണാൻ പറ്റും എനിക്ക്. പഴകിയ തിരിച്ചറിവ് എന്നെ നല്ലതാണ് ഇബ്രാഹിം. നിനക്ക് നിന്റെ മോളെ കാണാൻ ഞാനെന്തിനാ അനുവാദം തരുന്നേ? പക്ഷേ അവളിപ്പോ ഇവിടെ ഇല്ല. അവൾ അവളുടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയാണ്. ഇപ്പൊ കൊറിയയില. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും. നന്ദിയും കടപ്പാടുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും. എന്റെ മോൾക്ക് ഞാൻ വേണ്ട സാഹചര്യത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. പണത്തിന്റെ പുറകാലെ പോയി അവളെ തന്നെ ഞാൻ മറന്നു. എല്ലാത്തിനും നന്ദി, ഒത്തിരി നന്ദി. വിഷമിക്കണ്ട ഇബ്രാഹിം, മോള് ഒരാഴ്ച കഴിഞ്ഞ് വരുമല്ലോ, നമുക്ക് സംസാരിക്കാം. ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല റെസ്റ്റിൻ. അത്ര എന്റെ മോളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കുന്ന പോലെ എനിക്ക് അറിയില്ല. പരിഹാരം ഉണ്ടാകും, നീ അവളോട് സംസാരിച്ചാ മതി. ഇപ്പൊ നീ വിഷമിക്കല്ലേ, മോള് പറഞ്ഞാ കേക്കും. അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിന്നെ. അപ്പച്ച, ഡെവിക്ക് പോവാൻ സമയമായി. അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും ഇപ്പോഴും ഇറങ്ങിയില്ലെങ്കിൽ. ഡെവി മോനെ ഇന്ന് വന്നേ. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. അന്ന് നിന്റെ വാക്ക് ഞാൻ കേട്ടില്ല. അതിലിപ്പോ എനിക്ക് തെന്നുണ്ട്. അങ്കിൾ വിഷമിക്കണ്ട. ഈശയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ട വാപ്പിയെ. ഇഷ്ടായിരുന്നു, ഇപ്പോഴല്ലെങ്കിലും സാരില്ല. ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാ. മോൻ ചെല്ല്. എവിടേക്കാ പോകുന്നേ? അവൻ കൊറിയയിൽ പോവാ, ഇഷുനെ കൂട്ടിക്കൊണ്ടുവരാൻ. എന്നാ മക്കളെ നിങ്ങൾ ചെല്ല്. ഇബ്രാഹിം, നീ ഇവിടെ കുറച്ചു ദിവസം നിൽക്ക്. മോള് വന്നിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പോകാം. അത് വേണ്ട ടെസ്റ്റ്. മോളിനെ കണ്ട ചിലപ്പോ അത് ശരിയാവില്ല. അവളുടെ സന്തോഷം കളയണ്ട. അങ്കിൾ ഇപ്പോഴും വിഷുവിനെ അറിയില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കാവളെ കുറച്ച്. അങ്കിളിനെ കണ്ടാൽ ആൾക്ക് ഏറ്റവും സന്തോഷമാവുള്ളൂ. ഒരിക്കലും അവളെ സങ്കടപ്പെടില്ല. ആദ്യം കുറച്ച് വിഷമമുണ്ടാവും, പിന്നെ അവളെ ഹാപ്പി ആവും. പ്ലീസ്. ഇവര് പറയുന്നതിലും കാര്യമുണ്ടിക്ക. നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് അവള് വരുമ്പോ സംസാരിച്ചിട്ട് തിരികെ പോകാം. ഇറങ്ങ് ഇഷു. കിട്ടി ഇഷു, നമുക്ക് കിട്ടി ഇഷു. കിട്ടിയാ? അൽഹംദുലില്ലാഹ്, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നാലും ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. 1 ലക്ഷം പേരിലല്ലേ നമ്മൾ കിടന്നിരുന്നേ. ഓ എനിക്ക് വയ്യ. കിട്ടാതെ നമ്മൾ പോകോ? പുറത്തിറങ്ങി നമ്മൾ കോൺസെർട്ട് കണ്ടിട്ടേ പോകുള്ളൂ. കാരണം 2 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ഇതുവരെ ടീച്ചേഴ്സിന്റെ കോൺസെർട്ടിന് പോകാൻ പറ്റില്ല. സക്സസ്ഫുള്ളി എനിക്ക് വയ്യ. ദൈവഭാഗ്യം കൊണ്ടാ നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന തലേന്നാണ് നമുക്ക് കോൺസെർട്ട് ഉള്ളത്. നമുക്ക് നേരെ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ കോൺസെർട്ട് തിരിച്ചു വന്നിട്ട് ഫ്ലൈറ്റ് കയറേണ്ടി വരും. അത് ശരിയാ, പഠിച്ചന്റെ ഒരു കൃപ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കോൺസെർട്ടിലുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നാളെ നമുക്ക് കണ്ണമി പോയാലോ? നമുക്കൊന്ന് മ്യോങ്ഡോങ് കറങ്ങിച്ചു തരാം. ഓക്കെ, സെറ്റ്. ഹലോ, നിങ്ങളെ വീട്ടിൽ തിരിച്ചെത്തിയോ രണ്ടുപേരും? ആ ചേച്ചി ദേ ഇപ്പൊ എത്തിയുള്ളൂ. ഞാൻ ഫ്രഷ് ആയി. ഇപ്പൊ സ്റ്റെല്ല കയറിയിരിക്കുക. എന്തേ? ആ ഇഷു, ഞാൻ നിന്നിപ്പോൾ വിളിച്ചെന്തിനാണെന്നറിയാവോ? ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റൂമിന് പുറത്തുണ്ട്. ചെല്ലേ. പാർസലോ? പാർസൽ എന്തിനാ ചേച്ചി ഇപ്പോ? എന്തായാലും ഞങ്ങൾ അടുത്ത ആഴ്ച വരുമല്ലേ? ഓ അത് സാരമില്ല. നീ ആദ്യം ബാൽക്കണിയിൽ നിന്ന് പോയി നോക്ക്, അവിടെ പാർസൽ കൊണ്ടുവന്ന ആളുണ്ടോന്ന്. എന്നിട്ട് വാല് തുറന്നാ മതി. ചെല്ലേ. തിരിച്ചു വരുമ്പോൾ അത് നീ ഭദ്രമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ആ ചേച്ചി, ഞാൻ നോക്കട്ടെ, വിളിക്കാം. ദേവി, I always miss you. But finally, you're here. ഞാൻ എത്ര ഹാപ്പി എന്നറിയാമോ? ഹാപ്പി ആയില്ലേ? അത് മതി. I'm always with you.
വേണോടാ വേണം, എന്റെ മുമ്പിൽ തന്നെ വെച്ച് ഇങ്ങനെ വേണം. അല്ല, എന്റെ ഒരു പെണ്ണുമുള്ള ഉണ്ടായിരുന്നല്ലോ ഇവിടെ, എവിടെ പോയെന്നാവോ? സ്റ്റെല്ല കുളിക്കു. അമ്പോ, പൂച്ച നീരാടാൻ തുടങ്ങിയോ? കലികാലം. ഒന്ന് പോയിസു, നാം ഇപ്പൊ പുറത്തു പോയി വന്നിട്ടുള്ളൂ. നിങ്ങൾ വാ. Oh, we don't stop. Right. Yo, 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 yo. Hey. Single it is fire. Everything big is fire too. Hi. എപ്പോ വന്നു? ഒരു 10-11 കൊല്ലായി. നിനക്ക് ഇപ്പോഴും സൂക്കേട് നിർത്താൻ പറ്റിയിട്ടില്ലേ? ഹേ മാൻ, ഞാൻ നല്ല സന്തോഷത്തിലിരിക്കുക. വെറുതെ എന്റെ മൂഡ് മാറ്റില്ല. നീ വന്ന കാര്യം പറ. നോക്കിയേ, ഞാൻ പറഞ്ഞല്ലേ ഡെവി ഞാൻ വരുന്നില്ല. ഇത് കാരണവാ. 2 വർഷം കടന്നിട്ട് എനിക്ക് സമാധാനമായിരുന്നു. പാവല്ലേ, പോയി കൂട്ടിക്കൊണ്ട് വരാന്ന് വിചാരിച്ചപ്പോ. ഓ പിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ നീ വരണം എന്നില്ല, ഞാൻ തന്നെ ധാരാളാ. പിന്നെ അതിനെ ഇങ്ങോട്ട് കെട്ടിയും പറിച്ചോണ്ട് പോന്നേ. ചെല്ലാ, കെട്ടിയും പറിച്ചോണ്ടെന്നല്ല, കുട്ടിയും പറിച്ചോണ്ട്. ഓ എന്താ ഈ മരങ്ങോട്ടന് മനസ്സിലായാ പോരെ? അത് മനസ്സിലായിട്ടുണ്ട്. മരങ്ങോടെ തന്ന അന്റോണിയോ ചെന്ന് വിളിക്കടി. ദേ എന്റെ പപ്പയെ പറഞ്ഞല്ലോ. ഓ പറ, നീ എന്തേലും തിന്നോന്ന്? തിന്നൂലടാ, എന്റെ തലമണ്ടടിച്ച് പൊട്ടിക്കും. മരങ്ങോടൻ പട്ടി തെണ്ടി നാളെ അവരെ പിടിച്ചു മാറ്റ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, നമുക്കിത് കണ്ടിരിക്കാം. അവസാനം നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്, വെയിറ്റ് ആക്കുന്നേ. ഓ പട്ടി തന്നെ നിന്റെ വീട്ടിലുള്ള പോയി വിളിക്കും. ഓ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇയാളുടെ ഇടപെടണ്ട കേട്ടോ. 2 വർഷം തിരിഞ്ഞു നോക്കില്ലല്ലോ, അപ്പൊ ഇതൊക്കെ മതി. ഓ 2 വർഷത്തെ കണക്ക് പറയാ വേണം, എനിക്കിത് തന്നെ വേണം. 2 വർഷം കാണാതെ ഇന്ന് വരുന്നു കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ വിചാരിച്ചപ്പോ 2 വർഷം കാണാതിട്ട് മര്യാദക്ക് വിളിക്കുക കൂടി ചെയ്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാ ഞാൻ. നീ വാ, ചായ കുടിക്കാം. ചായ കുടിക്കാൻ മുമ്പ് എനിക്കൊരു വേറെ സാധനം കുടിക്കാൻ തോന്നുന്നു. ഇപ്പൊ കണ്ണോർക്കണ്ടവാ, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ ഡെവി കണ്ടോ, അവര് കിസ് അടിച്ചു. അയ്യോ, ഞാൻ ഇതങ്ങനെ കേഡ്രാമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ ഇത്ര എക്സൈറ്റഡ് ആവണ്ട, അവരുടെ മനസ്സമ്മതം കണ്ടിട്ടല്ലേ. സോ ഇതുപോലത്തെ കുറെ എണ്ണം ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്ത് നിസാരം. ഓ നിസാരോ? എന്റെ മാപ്പെല്ലാം ആയിരിക്കണായിരുന്നു. എടുത്തിട്ട് ഞാൻ മുതലൊരിച്ചേനെ. അവന്റെ മാവ് പൂക്കാൻ സമയമായി. എന്റെ മാവ് എന്താണോ എന്തോ. രവി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാനിങ്ങനെ നിന്നോട് പെരുമാറാത്തതില് നിനക്ക് വിഷമൊന്നുമില്ലേ? വിഷമോ? എനിക്ക് എന്തിനാ വിഷമം? നീ എപ്പോഴാണോ കംഫർട്ടബിൾ അപ്പം മാത്രം ഞാൻ നിന്നെ തൊടു, വിത്ത് യുവർ ഓൾ പെർമിഷൻ. പിന്നെ എന്റെ പെർസ്പെക്റ്റീവില് നീ ഇതിനെ അടുത്ത് നിൽക്കുന്നത് തന്നെ ധാരാളമാണ്. രവി, താങ്ക് യു. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. ഇസു, രവി, ഇന്നാ കോഫി. ഗുഡ് മോർണിംഗ് ഇഷു. താങ്ക്സ്. ഒക്കെ പാക്ക് ചെയ്തു. നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരാഴ്ച കൊറിയ ഫുള്ള് കറങ്ങാം. എന്നിട്ട് നമുക്ക് BTS കോൺസേർട്ട് കഴിഞ്ഞ് പോവാം. ഞങ്ങളുടെ എല്ലാം ഓൾമോസ്റ്റ് പാക്ഡ് ആണ്. ഇനി പോയാൽ മാത്രം മതി. എനിക്ക് ഏതായാലും പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ, നമുക്ക് തന്നെ ഇറങ്ങാം. ഓ ഇനി നമുക്ക് ഈ ഒരാഴ്ച അർമാദിച്ച് പൊളിക്കാം. ഞാൻ പോയി റെഡി ആയിട്ട് വരാവേ. ഇഷ, നീ ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി അല്ലാതെ? ഞാൻ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ പറ്റി, ഞാൻ ആഗ്രഹിച്ച നാട്ടിൽ വരാൻ പറ്റി, എനിക്ക് നല്ലൊരു ഫാമിലിയെ കിട്ടി, ഇപ്പൊ ഫൈനലി നല്ലൊരു പാർട്ട്ണറും കിട്ടാൻ പോവാ. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ? ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഇഷു വാ, അവിടെ കാർട്ടിങ് വാ. വാ, അങ്ങോട്ട് പോവാം. ആദ്യം നിങ്ങൾ രണ്ടുപേരും കയറി, പിന്നെ ഞങ്ങൾ കയറിക്കോളാം. സ്റ്റെല്ല വേഗം വാ, ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കാന്നറിയാം. വേഗം വാ, ക്ലോസ് ആവും. വരുവാ, പയ്യെ പോ.
സ്റ്റെല്ല റെഡി ആയില്ലേ? വേഗം വാ, സമയായി. അന്ന് ഞാൻ പോവാം. താങ്ക് യു BTS, താങ്ക് യു സോ മച്ച്. എന്നെ ഈ ഞാനാക്കി മാറ്റിയതിനും ഇത്രയും കാലം എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ സമാധാനിപ്പിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ വാക്കുകളും എന്തിന് നിങ്ങളുടെ ഒരു ചലനം പോലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്, ഓൾവേസ് ഓൾവേസ്. ഈ ലോകത്തില് എന്നെ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് നിങ്ങളാ. അതുകൊണ്ട് ഈ ജീവിതകാലം മുഴുവനും ഞാൻ ഓർത്തിരിക്കാൻ പോകുന്ന മുഖങ്ങളാണ് 7 പേരുടെ. ഒരിക്കലും മറക്കൂല. ഓൾവേസ് ആൻ ആർമി, ഓൾവേസ്. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഓൾവേസ്. എല്ലാത്തിനും താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ്. എന്താണ് ഇവിടെ നിന്നാ മതിയോ? പോവണ്ടേ? വാ. ചേച്ചി, ഇഷു, നിങ്ങൾ എല്ലാരും പോയി ഫ്രഷ് ആവ്. വന്ന കാലം നിക്കല്ലേ. ചെല്ലേ, വാ അകത്തോട്ട് പോവാം. ഇഷു, എങ്ങനെയുണ്ടായിരുന്നു സൗത്ത് കൊറിയ? അടിച്ചു പൊളിച്ച് 2 years. എന്നെ അടിച്ചു വിളിച്ച് അന്നക്കാച്ച് കുറച്ച് തൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്റെ വാവ. വാ. വാവനെയൊക്കെ എടുക്കാം. അത് നീ പോയി ഫ്രഷ് ആവിഷു. ചെല്ലേ, കൊറേ യാത്ര ചെയ്തല്ലേ. ഉമ്മി, വാപ്പി. മോളെ ഇഷു, വാപ്പി, പ്ലീസ് എന്നെ വിളിക്കരുത്. എന്നെ വീട്ടിലോട്ട് വിളിക്കരുത്. ഞാൻ വരൂല. ഞാൻ അവിടെ നിന്നോളാം. പ്ലീസ്. ഇഷു മോളെ, വാപ്പി വന്നത് അതിനല്ലടാ. വാപ്പി പറയുന്നത് കേക്ക്. വാപ്പി, ഞാൻ അവിടെ നിന്നോളാം. പ്ലീസ്. എനിക്ക് ആളെ വേണ്ട. എനിക്ക് ഡെവിയുടെ കൂടെ ജീവിച്ചാ മതി. ഈ വീട്ടിൽ ജീവിച്ചാ മതി. പ്ലീസ് എന്നെ ആൾക്ക് കൊടുക്കല്ലേ. ഡെവി പ്ലീസ് പറ. ഇഷ, നോക്കിയേ, നീ എവിടെയും പോവില്ല. വാപ്പിക്ക് എന്താ പറയാനുള്ളതെന്ന് നീ ആദ്യം കേക്ക്. ഇഷു മോളെ, വാപ്പി എന്നോട് പൊറുക്ക് വാപ്പി. അയാൾ കൊള്ളില്ലാത്തതുകൊണ്ടാ, എനിക്ക് ആളെ വേണ്ടാത്തതുകൊണ്ടാ ഞാൻ വാപ്പിനെ എതിർത്ത് പറഞ്ഞു. എന്നോട് ക്ഷമിക്ക് വാപ്പി, പ്ലീസ്. മോളെന്നോട് സോറി പറയാൻ മോളൊന്നും ചിന്തിച്ചില്ല. വാപ്പിയുടെ തെറ്റ. അവരൊക്കെ കണ്ണടച്ചിട്ട് വിശ്വസിച്ചത് വാപ്പിയുടെ തെറ്റ. മോൾക്കൊന്നുമില്ല. മോൾക്ക് ഇവരുടെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ. വാപ്പി സമ്മതിക്കാതിന്. എന്നേക്കാളും യോഗ്യത നിന്നെ നോക്കാൻ ഇവർക്കൊക്കെ. വാപ്പി സമ്മതിക്കും. ഇബ്രാഹിം, മോളെ വിട്. അവള് പോയി ഫ്രഷ് ആവട്ടെ. എല്ലാ കാര്യത്തിനും ഇപ്പൊ ഒരു തീരുമാനമായില്ലേ. നമുക്ക് അവരൊക്കെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കുട്ടികളെ, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്ലേ. വാപ്പി ഉമ്മി, ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാട്ടോ. ഇബ്രാഹിം, അപ്പോ ഇനി എന്താ തീരുമാനം? ഡസ്റ്റിൻ, ഞാനിപ്പോ എന്റെ മോളുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നു. അതിലൊരു ജാതിയും ഒരു മതവും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്കും എതിർപ്പില്ലല്ലോ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. കാരണം ഈശു ഞങ്ങളുടെ കൂടി മോളാ. അവളുടെ വന്നു തൊട്ട് ഞങ്ങളെ മോളാ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാപ്പാ. എന്തായാലും ഇസുവിന്റെയും സ്റ്റെല്ലയുടെയും മനസമ്മതല്ലേ അടുത്ത ആഴ്ച. അതിന്റെ കൂടെ നമുക്ക് ഇഷുയുടെയും ഡെവിയുടെയും കൂടി നടത്താം. അത് ചെയ്യാൻ പറഞ്ഞത് ശരിയാ. നമുക്ക് അങ്ങനെ നോക്കാം. ഇബ്രാഹിമിനും ലൈലക്കും എതിർപ്പൊന്നുമില്ലല്ലോ. ആദ്യം നമുക്ക് എന്റെ പള്ളി വെച്ചിട്ട് ഒരു മനസ്സമ്മതം നടത്താം. പിന്നെ നിങ്ങളുടെ നിക്കാഹും അത് നടത്താം. ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ എനിക്കുള്ളതെല്ലാം എന്റെ മോക്കുള്ളതാ. പിള്ളേരെ, നിങ്ങൾക്ക് ഇതിലെല്ലാം എതിർപ്പുണ്ടോ? ഞങ്ങൾക്കൊരു എതിർപ്പില്ലപ്പാ.
ഈശു ഇടുവാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിലെല്ലാരും വാ, അത്തായം കഴിച്ച് നമുക്ക് എല്ലാവർക്കും കിടക്കാം. പിള്ളേര് വന്നല്ലോ. ശരി ലൂസി കൊച്ചേ, ഇബ്രാഹിം വാ. ഇച്ചായോ ആ ലുക്ക് ഒന്ന് നോക്കിയേ. രണ്ട് തോളോട് തോള് കയറ്റ് പോകുന്നു. രണ്ട് അളിയന്മാരാവേണ്ട ടീംസ് ആയിരുന്നു. അതെന്താ ജോഷു അങ്ങനെ പറഞ്ഞേ? ഓ അത് നമ്മുടെ ലൂസിയമ്മന് ഇഷ്ടമായിരുന്നു ഇബ്രാഹിം ഉപ്പയ്ക്ക്. പിന്നെ നമ്മുടെ അപ്പന് ലൈലുമ്മയും. പിന്നെ ഇപ്പൊ നേരെ ക്രോസ് ആക്കി രണ്ടും മറിച്ച് കെട്ടി. അതാ പറഞ്ഞേ. ഓ ഇവിടെ ഇപ്പൊ നമ്മൾ അറിയണ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ അന്ന നടക്കുന്നേ. അതെ അതെ, പ്രേമിച്ച കാലത്ത് അവര് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരെ മക്കൾ ഇങ്ങനെ കെട്ടും. ഡെവി ഈസു നാളെ റെഡി ആയിക്കോ, ഡ്രസ് എടുക്കാൻ പോവാ. ഡ്രസ്സോ? എന്തിനാ ചേച്ചി? നിന്റെയും ഡെവിയുടെ മനസ്സമ്മതത്തിന്. മതി രണ്ടും കണ്ണും കണ്ടും നോക്കിയത്. ഇഷുവിന്റെയും സ്റ്റെല്ലയുടെയും സെയിം ദിവസം തന്നെയാ നിങ്ങളുടെ മനസ്സമ്മതം. അന്ന് തന്നെ നമുക്ക് എൻഗേജ്മെന്റ് നടത്താം. പിന്നത്തെ ആഴ്ച കല്യാണം. എന്നാലപ്പ ഇത് എടുത്ത ന്യായ തിരുസഭയിൽ വെച്ചിട്ട് വേറൊരു ജാതിയുള്ള പെണ്ണിനെ മനസ്സമ്മതം. നിനക്ക് ഡെസ്റ്റിന് അറിയാനിട്ട നമ്മൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവർ നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചേനെ. നീ ഒന്ന് അടങ്ങ്. ഞാൻ എങ്ങനെ മനസ്സമാധാനം ഇരിക്കണമെന്നാ അപ്പൊ പറയുന്നത്? ആ ഡെവി എനിക്കവരെ കാണുമ്പോ തന്നെ കലിയാവും. ആ അച്ഛനാ എല്ലാത്തിനും കാരണം. ഇച്ചായ കാണാൻ പുറത്ത് ആരോ വന്നിട്ടുണ്ട്. എന്നെയോ? ആര്? എനിക്കറിയില്ല, കൂടെ ഒരു ആങ്കൊച്ചുണ്ട്. ചെല്ല എന്താന്ന് അന്വേഷിക്കേ. ജാക്സ വാ. ആരാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കാണാൻ സാധ്യതയില്ല. ഞാൻ എറണാകുളത്ത് മുനീർ. എന്താ വേണ്ടത്? എന്നെ കാണുന്നത് തന്നെ ഇയാള്. എനിക്ക് ആൾ അറിയില്ലല്ലോ. പാർക്കിക്ക് ചിലപ്പോ എന്നെ മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ അറിയാവുന്നൊരു പേര് പറയാം. ഡസ്റ്റിൻ. ഡസ്റ്റിൻ ഗബ്രിയേൽ കുളറിക്കൽ. ഡസ്റ്റിനോ? അതെല്ലാം പറയാം. എനിക്കുണ്ട് ഇബ്രാഹിം. പുള്ളിയുടെ മോളുണ്ട്, പറഞ്ഞാൽ അറിയും. ഇഷൽ ഇബ്രാഹിം. അവളെ എന്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കാമെന്നായിരുന്നു എനിക്ക് ഇത്രയും കാലം പറഞ്ഞിരുന്നത്. പക്ഷേ ഡസ്റ്റിന്റെ മോൻ ഡേവിഡ് കയറി വന്ന് അവളങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ ആ കുടുംബത്തിന്റെ ശത്രുക്കളാണ്. ഇക്കയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞു. ഇനി അവരും ജീവിച്ചിരിക്കാൻ പാടില്ല. അതിന് ഞങ്ങൾ എന്ത് വേണം? ജാക്സ നിർത്ത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ചില സമയത്ത് ദൈവം നമ്മളെ കൂടി തേടി വരുമെന്ന്. അതാണ് ഇപ്പൊ നിൽക്കുന്ന മുനീർ. മുനീറിന് എന്ത് സഹായം വേണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. ഡസ്റ്റിന്റെ കളരിക്കൽ കുടുംബം ഞങ്ങൾക്ക് എന്നും ശത്രുക്കളാണ്. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ മതി. വരുന്ന ഞായറാഴ്ചയാണ് നിക്കാഹ്. അതെങ്ങനെയും കൊടുക്കണം. എന്നിട്ട് ഇഷലിനെ കൊണ്ട് എന്റെ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അത്രമാത്രം സ്വത്തുണ്ട് ഇബ്രാഹിം ഏക്കാന്റെ പേര്. എനിക്കത് സ്വന്തമാക്കണം. അതിനു വേണ്ടിട്ട് അദ്ദേഹത്തിന് പുറത്ത് ഇത്രയും കാലം ഞാൻ പട്ടിയെ പോലെ നെരുങ്ങിയത്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വെച്ച് വിലപേശുന്നത് എനിക്കിഷ്ടല്ല. എന്നാലും ഇഷല് കളരിക്കലിൽ ആരുമല്ലല്ലോ, ആകാൻ പോകുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ആ വിവാഹം നടക്കില്ല. അന്ന് നിന്റെ മോന്റെ അടുത്തുണ്ടാകും ഇഷൽ ഇബ്രാഹിം. ഇത് ഈ വർക്കിച്ചന്റെ വാക്കാം. അന്നേച്ചി ഇതൊന്ന് കൊണ്ടുപോയിട്ട് ഇഷുവിന്റെ റൂമിൽ കൊടുക്കോ. ഇത് ഉമ്മി തന്നിട്ടതാന്ന് പറഞ്ഞാ മതി.
ഇങ്ങ വന്നേക്ക് ഹാദി, നീ അങ്ങോട്ട് ചെല്ലട്ടോ. അവിടെ ഹൽദി തുടങ്ങാൻ സമയമായി. ഞാൻ അവരെ പോയി റെഡി ആക്കിട്ട് വരാം. പ്ലീസ് അന്നമ്മ നിക്ക് പ്ലീസ് അന്നമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാം. എത്ര ദിവസമായി അവളെ കണ്ടിട്ട്. പ്ലീസ് നിങ്ങൾ എല്ലാരും കൂടി മാറ്റിയതല്ലേ. പ്ലീസ് ഞാൻ കൊണ്ടേ കൊടുത്തോളാം. ജസ്റ്റ് കണ്ടിട്ട് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു വരും. പ്ലീസ് 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 അന്നാമോ. നീ അങ്ങനെ മാറി നിന്ന ഡെവി, പറ്റത്തില്ല. അവരുടെ ആചാരപ്രകാരം അങ്ങനെ ആരും കാണാൻ പാടില്ല. ഒരാഴ്ച, സത്യം പറഞ്ഞാൽ 1 മാസമാണ് കാണാതിരിക്കണ്ടേ. ഇതിപ്പോ ഒരാഴ്ച ഇല്ലായിട്ടുള്ളൂ, 4 ദിവസമായിട്ടുള്ളൂ നീ കാണാണ്ടിരുന്നത്. നാളെ കാണാലോ, നാളെ നിങ്ങളുടെ കല്യാണം. ഒന്ന് സമാധാനപ്പെട് പ്ലീസ്. ചുമ്മാ നീ എനിക്കും കൂടി പണി മേടിച്ചു തരല്ലേ. എന്ത് സ്വഭാവമാണ് അന്നാമ. ഞാൻ നിങ്ങളുടെ മിന്നിയേട്ടിന്റെ തല്ലെന്ന് എന്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുപ്പി വരെ ഒപ്പിച്ച് തന്നിട്ടില്ലേ? എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാമോ? ഒരു സ്നേഹമില്ലാത്ത പോലെ. ഡെവി, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തനിട്ടല്ല, പക്ഷെ നമ്മൾ അവരെ ആചാരങ്ങളെയും കൂടി ബഹുമാനിക്കണ്ടേ. അതുകൊണ്ട് അവളിപ്പോ മഞ്ഞളൊക്കെ തേച്ചിരിക്കുവല്ലേ. മഞ്ഞളൊക്കെ തേക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയല്ലേ. അതിപ്പോ കണ്ടെന്ന് വെച്ചാ എന്താ? പ്ലീസ് അന്നാമോ പ്ലീസ്, കാല് പിടിക്കാം. നിങ്ങളൊക്കെ പറഞ്ഞിട്ട് അവള് വീഡിയോ കോൾ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. പ്ലീസ് അന്നാമോ പ്ലീസ്, എന്റെ മുത്തല്ലേ പ്ലീസ്. ഓ, ഈ ചെറുക്ക സമ്മതിക്കില്ല. ഓക്കെ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. 1 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരുള്ളൂ. പിന്നെ അവളെ തൊടാനോ പിടിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. നിന്റെ സ്വഭാവം അറിയുന്നോണ്ട് പറയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്റെ കൂടെ വരാം. പക്ഷെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. ആരെങ്കിലൊക്കെ കണ്ടാൽ പോലും ഞാൻ എസ്കേപ്പ് അടിക്കും. ഉള്ള ആരെയും പറഞ്ഞേക്കാം. ഓക്കെ സമ്മതിച്ചു. ദേ ഡെവി, 1 മിനിറ്റ്. അതിനുള്ള നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അകത്ത് കയറി വന്ന് ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അള്ളാണാണ്. പക്ഷേ കർത്താവാണ്, ഞാൻ തലമണ്ടടിച്ച് ഞാൻ കത്തിക്കും. കേട്ടല്ലോ? ഇത് പോതുമാ, ഇതില്ലാத സരമാ, இன்னும் வேண்டுமா, അതിൽ நிறைந்திടുமா. നാം പാർത്തനായി നമ്മ സംവരുമാ, ഉയർ താങ്ങുമാ, എൻ വിളികളിൽ മുതൽ വരെ നിക്ക്. ഇതൊന്നും ശരിയല്ല. നമുക്ക് നാളെ കാണാം. നിനക്കെന്നെ പറഞ്ഞിടാൻ അത്രക്ക് താല്പര്യമാണോ? എന്നാ ഞാൻ പോയേക്കാം. പെടങ്ങല്ലേ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള മതത്തിന് കുറച്ച് വിശ്വാസം കൊടുക്കണ്ടേ, അതുകൊണ്ടാ. പ്ലീസ് ഡെവി. ശരി, ഞാൻ പോയിക്കോളാം. കൊറേ ദിവസമായാലും നിന്നെ കണ്ടിട്ട്. അതുകൊണ്ട് അന്നമ്മയുടെ കാല് പിടിച്ചു വന്നതാ. നീ ഇവിടെ ഇരുന്നോ, സൂക്ഷിച്ചിരിക്കേ. ബൈ ബൈ. ഇനി ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഏയ്, ഇനി വരൂല. ഇതൊക്കെ എനിക്ക് വേണ്ടിട്ടാണോ തേച്ചിരിക്കുന്നേ? കൊള്ളാട്ടോ, കുറച്ച് തുടുത്തിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഐ ലവ് യു. ഡെവി, വാലോർക്ക് ഡെവി. എടാ, ആരെങ്കിലും കണ്ട സീനാവട്ടോ. കർത്താവ് ഇവനെ കൊലക്ക് കൊടുക്കും. Get ready for the wedding, wifey. പോട്ടെ. I love you. എടാ, ഞാൻ നിനക്ക് എത്ര മിനിറ്റ് സമയം തന്നത്? 1 മിനിറ്റ്. നീ എത്ര നേരമായി കയറിയിട്ട്? ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? ഇനി നീ ഇങ്ങോട്ട് വാ, അന്വേഷിച്ച് വിളിച്ച്. കാലിപ്പാവല്ലോ, വാ പോകാം. എടാ ഡെവി, നീ അവളെ തൊട്ടോന്നുമില്ലല്ലോ അല്ലേ? അല്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ നിന്റെ ചായമാരൊക്കെ കണക്കാ. അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, ഞാൻ എങ്ങനെ ചെയ്യൂ? ഞാനുള്ള തമ്മിൽ കന്യാകുമാരിയും കാസർഗോഡും തമ്മിലുള്ള ഡിസ്റ്റൻസിലാണ് നിന്നിരുന്നേ. വിശ്വസിക്കാവോ നിന്നെ? 100% വിശ്വസിക്കാം. പോരെ, വാ. കർത്താവേ, കല്യാണം കഴിഞ്ഞവരെയും ആ മൂലകുഞ്ഞിനെ ഈ കടുവിൽ നിന്ന് രക്ഷിക്കണേ. ഹാദിയ മോളിൽ നിന്ന് ഇഷുവിനെ പോയി വിളിച്ചിട്ട് വാ. മണ്ണിടാൻ സമയമായെന്ന് പറ. ചെല്ലേ. ശരി വാ, ഞാൻ കൊണ്ടുവരാം. ഇഷു, സമയമായി, താഴോട്ട് പോവാം. ഇഷു, ഈ ബാത്റൂമിലാണോ? ഇല്ലല്ലോ. ഇഷു, പടച്ചോനെ,
ഇബ്രാഹിപ്പാ, ഇച്ചായ ഞാൻ കണ്ടതാ. വർക്കിച്ചന്റെ മോൻ ജാക്സനാ കൊണ്ടുപോയേ. അപ്പ ഇച്ചായ ഇഷുവിനെ മാത്രല്ല ലിസ മോളെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പോയി ഓടി നോക്കി അവൻ. ഇച്ചായ എന്റെ ബോള്. ഇച്ചായ മെച്ചി കരയല്ലേ, അവർക്കൊന്നും വരില്ല. മക്കളെ വണ്ടി എടുക്ക്. ലിസമോളെ കരയില്ലേ പ്ലീസ്. പപ്പയും മമ്മിയും വരും, ഡെവിച്ചനൊക്കെ വരും. ലിസമോളെ കരയില്ല, അസുഖം വരോടാ പ്ലീസ്. അത് കരയാണെങ്കിൽ കരഞ്ഞോട്ടെ. കൂടെ വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ല, പോന്നതല്ലേ. അപ്പൊ കുറച്ച് കരഞ്ഞ് ചത്താൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പവും വരില്ല. നിർത്തിക്കോ, നിനക്ക് ശരിക്കും കളറിക്കൊള്ളാൻ അറിയാനിട്ടൊന്നല്ലോ. അവരിങ്ങനെ ഞങ്ങൾ രണ്ടേ ഇവിടെ കൊണ്ടുവന്ന് അവരൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചോ? നീ നോക്കിക്കോ, നിന്നെക്കൊണ്ട് തന്നെ. അടങ്ങിഷു ഒന്ന് വെയിറ്റ് ചെയ്തോടെ മോൾക്ക്. മുനീറുവാപ്പ തന്നെയാ നിന്റെ തന്തയില്ലേ ഇബ്രാഹിം. തരാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പട്ടിയുടെ വില തന്നത്. അങ്ങ് കോടീശ്വരനായപ്പോ അവൻ മറന്നുപോയി ഈ അതിന്റെ കാര്യം. നാണമില്ലേ നിങ്ങൾക്ക്? വാപ്പയും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്നെന്തിനാ വെറുതെ ഉൾപ്പെടുത്താൻ നിൽക്കുന്നത്? വീട്ടിലെ പെണ്ണുങ്ങളെ തൊട്ട് കളിക്കുന്നത് അത്ര നല്ലതല്ല വാപ്പ. വാപ്പ എന്ന് വിളിച്ച് എന്റെ പേരുകൊണ്ട് എന്നെ വേറൊന്നും വിളിപ്പിക്കാൻ നിൽക്കരുത്. ഇത്രയും നാക്കൊക്കെ ഉണ്ടായിരുന്നു നിന്റെ വായിന്റെ അകത്ത്. ഇതൊന്നും നിന്റെ വാപ്പന്റെ അടുത്ത് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ പിന്നെ ഇപ്പൊ അവർ തന്നെ ചൂടൊക്കെ കിട്ടിയപ്പോ പിന്നെ അങ്ങനെ ശബ്ദമൊക്കെ വരുമല്ലോ. പക്ഷെ അതൊന്നും ഇവിടെ എടുക്കാൻ നിൽക്കണ്ട. ഒരു പട്ടി തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ നീ കിടക്കുന്ന ഈ കൊച്ച്, അവരെ ഞങ്ങൾ എന്ത് ചെയ്യണം തീരുമാനിക്കും. പക്ഷെ നീ ഇപ്പൊ ഈ കൊച്ചിന്റെ ജീവൻ അയാളെ വേണമെന്നുണ്ടെങ്കിൽ ഈ പേപ്പറിൽ സൈൻ ചെയ്യും. നീയും സനുവായിട്ടുള്ള വിവാഹത്തിനുള്ള രജിസ്ട്രേഷൻ ആണ്. വേഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിനൊക്കെ എടുത്ത് ഞാൻ അപ്പുറത്തെ കിണച്ചിലിടും. അവളെ വിട്, അവളെ വിടാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. ഞാൻ ഒപ്പിടാം, അവളെ വിട്. അങ്ങനെ വഴിക്കുവാ. ഷാനു ആ പേപ്പർ എടുത്ത് കൊടുക്ക. ശരി വാപ്പി. ഓൾ ദി ബെസ്റ്റ് ഷാഹിൽ. അടിച്ചു പൊളിക്കേ. ആവശ്യം കഴിയുമ്പോ എന്നെയും കൂടി ഒന്ന് പരിഗണിച്ചാ കൊള്ളാം. ഓഫ് കോഴ്സ് ആദ്യം ഇതൊന്ന് കഴിയട്ടെ. ഒപ്പിട്. ഒപ്പിട്ട് കൊടുക്കിഷ, എന്നുവെച്ചാ അവന്റെ മുഖത്തോട്ടത് വലിച്ചെറി. നീ എങ്ങനെ ഇവിടെ? തന്തയോടും മോന് ഞാൻ മുമ്പേ വാണിംഗ് തന്നതാ, വീട്ടിലുള്ള പെമ്പിള്ളേരെ വെക്കിട്ട് കൈ വെക്കാൻ നിൽക്കരുത്. എന്നിട്ട് ഏതോ ചെന്നായനെ കൂട്ടുപിടിച്ച് നിങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നു കളരിക്കലിനെതിരെ. അതിന് ഞങ്ങൾ ഈ ആൺപിള്ളേരെ സമ്മതിക്കും നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ഇച്ഛായ ഇവരെന്താ ചെയ്യണ്ടേ? നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഡെവി, അത് നിന്റെ ഇഷ്ടം. കാരണം കൊണ്ടുവയ്ക്കുന്നത് നിന്റെ പെണ്ണിനെയാ, പിന്നെ കളരിക്കലെ കൊച്ചിനെ. നീയൊക്കെ കേറി വന്നിരിക്കുന്നതേ ഈ വർക്കിച്ചിന്റെ കോട്ടയിലോട്ടാ. ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ എന്റെ അനുവാദം വേണം. പിള്ളേരെ ശരിയാക്കണം എല്ലാത്തിനും. ഇയാളിതിപ്പോ സമ്മതിക്കൂല. അപ്പ തുടങ്ങട്ടെ. എല്ലടാ പോയി കളരിക്കലുള്ളവർ എങ്ങനെയാന്ന് പഠിപ്പിച്ചു കൊടുക്കും ഇവന്മാർക്ക്. മാത്യു നിർത്ത്. നാളെ നമ്മുടെ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാ. വെറുതെ ഇവരെ കൊന്നും നിങ്ങൾ ജയിലിൽ പോകേണ്ട കാര്യമില്ല. ഇവന്മാർക്ക് ഇനി ബെഡി നേനേച്ച് നടക്കാൻ പറ്റത്തില്ല. വെറുതെ എന്തിനാ ഈ പന്നികൾക്കും ചെറ്റകൾക്കും വേണ്ടി നിങ്ങള് ജയിലിൽ പോകുന്നേ? നിർത്ത്, മതി, പോവാ. നിനക്കും നിന്റെ തന്തക്കും ഞാൻ വലിയൊരു വിശ്വാസമാണ് അർപ്പിച്ചിരുന്നത്, എന്റെ മോളേക്കാൾ കൂടുതൽ. അതൊക്കെ നീയൊക്കെ നശിപ്പിച്ചു. ഇനി നീ ശിഷ്ടകാലം ബെഡി കിടന്നാ മതി. നോക്കിക്കോ, ആ നിൽക്കുന്ന ഡേവിഡ് ഡസ്റ്റിൻ ഗബ്രിയൽ, അവനെയാണ് എന്റെ മോള് കെട്ടാൻ പോകുന്നത്. അല്ലാതെ നിന്നെ പോലെ പെണ്ണും ആണും കെട്ട വർഗത്തിനല്ല. പോയി ചത്തൂടെ നിനക്കൊക്കെ. ഇബ്രാഹിം മതി, നമുക്ക് പോയിട്ട് അവിടെ വേറെ നല്ല അടിപൊളി പരിപാടികളുള്ളതാ. രണ്ടെണ്ണം എനിക്ക് അടിക്കേണ്ടതാ സന്തോഷായിട്ട്. സമയം കളയാതെ നീ വാ. പിള്ളേരെ വാ. ഇഷു മോളെ നിസ കൊച്ചേ പോട്ടെ, കുറക്കിച്ച ആംബുലൻസ് അടിച്ചേക്കാം. ഇനി ശിഷ്ടകാലം
വെട്ടി കിടക്കാൻ നോക്ക്. ഞാൻ ഒരു പ്രാവശ്യം കൂടി വരുന്നുണ്ട്, കല്യാണം ഒന്ന് കഴിയട്ടെ. ദേവി ഇങ്ങനെ ശവത്തി കുറ്റല്ലേ, പുള്ളിക്കാരൻ ഇപ്പൊ ചാകൂന്ന് പറഞ്ഞ് കിടക്കുക. അപ്പൊ നീ പറഞ്ഞ ഇങ്ങനെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ കൂടി എന്തിനാടാ മോഹിപ്പിക്കുന്നേ? അപ്പൊ പോട്ടെ ചേട്ടന്മാര്, ആംബുലൻസ് അയക്കാവേ. सारे जन्म रे ദേവി, ഇനി നീ നിന്റെ ആരുടെയും കാല് പിടിക്കണ്ട. കാരണം ഇനി നിനക്ക് ഇവളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എവിടെ പോയി വേണമെങ്കിലും കാണാം. ഈശ്വരൻ ലിസക്കോച്ചിന് എന്ത് വേണമെങ്കിലും വിളിക്കാം. ലിസക്കോച്ച് അന്നൊരു പ്രോമിസ് ചെയ്തില്ലായിരുന്നോ, ഇഷു എവിടെയും ലിസക്കോച്ചിനെ വിട്ടു പോകൂല. ഓക്കെ? എന്നാ പിന്നെ എല്ലാവരും പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാ. ഇഷു എന്റെ കൂടെ വാ. നീ ചേച്ചി വാ. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, രാത്രിയെ നിനക്ക് അവളെ കിട്ടും. നീ പോയി ആദ്യം ഫ്രഷ് ഒക്കെ ആയിട്ട് വാ. കൊറേ ചടങ്ങുണ്ട് ഇനിയും ചെയ്യാൻ. ചെല്ലേ, രാത്രി തരാടാ, ചെല്ലേ നീ. ഇഷു ദേ ഇതും കൂടി വെച്ചോ, നല്ല രസം ഉണ്ടാവും. കാണാൻ എന്ത് ഭംഗിയാ നോക്കിയേ. ഇഷു നിന്നെക്കാൾ ഒരു ദിവസം മുമ്പുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുക, കല്യാണം ആദ്യ രാത്രി അത് കുറച്ച് കടുപ്പം തന്നെയാണ്. സ്റ്റെല്ല മിണ്ടാണ്ടിരുന്നേ നീ. ഇഷു നാ പാല് പോ. ചേച്ചി, ഉമ്മി, ഞാൻ പോണില്ല. ഞാൻ ഉമ്മീന്റെ കൂടെ കിടക്കാം. പ്ലീസ് പ്ലീസ്. ഇഷു നീ എന്താ ഇത്ര പേടിക്കുന്നേ? ഡെവി നിനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എന്തെല്ലാം പറഞ്ഞല്ലേ, പറയുന്ന കേക്ക്. നീ പേടിക്കല്ലേ, ഡെവി നിനൊന്നും ചെയ്യൂല. നിന്റെ പേടി കണ്ടാ തോന്നുമല്ലോ അവൻ നിന്നെ പിടിച്ച് തിന്നൂന്ന്. പറയുന്നത് കേക്ക് ഇഷു, ചെല്ലേ. ഇതൊക്കെ ഒരു ചടങ്ങല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നിന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. അതൊരു ചടങ്ങാണ്, നമ്മളത് ചെയ്യണം, അല്ലാതെ ഒന്നുമില്ല. ചെല്ലുന്ന പോയെ, ഉമ്മ ചെല്ലേ പറയുന്നത്, ചെല്ലേ. ഉമ്മി പ്ലീസ്, ഒരു ദിവസം കൂടി ഞാൻ ഉമ്മിനെ കൂടെ കിടക്കാം. നാളെ എന്തായാലും ഞാൻ പോവാം. പ്ലീസ് എന്റെ ഉമ്മയിലെ, പ്ലീസ് പ്ലീസ്. ഈ പെണ്ണിത് സമ്മതിക്കൂല. ഇഷു എന്റെ മോനായതുകൊണ്ട് പറയല്ല, കുറച്ച് ക്ഷമ കുറച്ച് കുറവാ. ഇനിയും നീ അങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവൻ വന്ന് നിന്നെ പൊക്കെടുത്തുകൊണ്ടോ. സീരിയസ്ലി ഞാൻ പറയുക. എന്തോ ചേട്ടത്തിന് നിക്കുന്നേ, വാ. നീ എന്താ ആലോചിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് പറയാതെ എനിക്ക് ഇപ്പോഴും പറയാറുള്ളൂ, വെൻ യു ആർ കംഫർട്ടബിൾ അന്ന് മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യുള്ളൂ. നീ ചുമ്മാ എന്നെ പേടിക്കല്ലേ. എന്നെ കണ്ട പിശാശിനെ കണ്ട പോലെയാണല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ. എനിക്ക് നിന്നെ അല്ല പേടി, എനിക്ക് എന്നെയാ പേടി. എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടേന്ന്. നിനക്ക് അറിയണമെന്നില്ല, എനിക്ക് അറിഞ്ഞാ പോരെ. ആർക്കെങ്കിലും ഒരാൾക്ക് അറിഞ്ഞാ പോരെ. നമ്മളിപ്പോ അതൊന്നും ചെയ്യാൻ പോലെ. നീ വാ, നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം, വാ. ഇന്നത്തേക്ക് ഇത്രയും മതി. തള്ളിയത് നമുക്ക് ഉറങ്ങാം. നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഒരുപാട് ടയർഡ് ആയിട്ടുണ്ടാവുമല്ലോ ഇന്ന്. ഉറക്കം വരുന്നുണ്ട്, വാ. ഡെവി, ഡെവി ഒന്ന് എഴുന്നേച്ചേ. എന്താ ഇഷ പറ. എഴുന്നേറ്റ്, എനിക്ക് അർച്ചിച്ചൊരു കാര്യം പറയാനുണ്ട്. എഴുന്നേറ്റു, പറ എന്താ.
ഡെവി അത് എനിക്ക് ഡെവി ഐ നീഡ് യു. ഏ ആർ യു ഷുവർ? എനിക്ക് എന്താ പറ്റിയേ പെട്ടെന്ന്? ഒന്നും പറ്റിയില്ല. ഐ നീഡ് യു, അത്ര തന്നെ. ആർ യു ഷുവർ? എനിക്ക് നിന്റേത് മാത്രമാണ് ഡെവി. ये सिलसिले हो जाने दे जरा सिलसिले 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 होने लगे आंखों के आंखों के आंखों के ये सिलसिले നിനക്ക് കുറച്ച് വേദനിക്കും. ഞാൻ നിർത്തട്ടെ? വേണ്ട, ഐ വാണ്ട് യു, ഐ വാണ്ട് യു. മോർണിംഗ്. നേരത്തെ എണീച്ചോ? യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നിന്നെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. എങ്ങനെ? പോടാ, ഞാൻ പോയി കുളിക്കാൻ പോവാ. മാറ. വിളിക്കണോ? 6 മണിയല്ലായുള്ളൂ. ഒരു പ്രാവശ്യം കൂടി. ഒന്ന് പോയിടേ, എനിക്ക് വായിക്കാം. ആരെ ഇതൊക്കെ തുടങ്ങിയേ? ഞാനാ? ഇത്രയും നേരം ഈ വയ്യായി കിടന്നു ഞാൻ കണ്ടില്ലല്ലോ. ഒന്ന് പോയിടേ. ഇയാളൊക്കെ കണ്ടില്ല, ആകെപ്പാട് വീങ്ങിയിരിക്കുക. തരാട്ടോ നല്ലത്. സമ്മതിക്കൂല മോളെ. ഇങ്ങ് വന്നേ. ഡെവി മതി, വീട് ഞാൻ മതി. It's gonna be our beginning. Until our last breath.